അപ്പൊ സഹോദരങ്ങളെ, മനസ്സിലായല്ലോ? ആ ക്ലിപ്പിംഗ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. അയാള് പഠിപ്പിക്കുന്ന ആരാ ഈ അയാൾ? അതാണ് എന്നോട് വിശദീകരിച്ച്. വളരെ മോശമായ ഒരു വ്യക്തി നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് അവർ കേടുവന്നു പോകും. നിങ്ങളെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൊണ്ട് അവരെ കൊല്ലലായിരിക്കുന്നല്ലേ എന്ന് പറഞ്ഞാൽ കൊല്ലാനല്ല, മലയാളത്തിൽ ഒരു പ്രയോഗമാണത്. നമ്മൾ സാധാരണ നമ്മുടെ ഭാര്യ കുഞ്ഞിനെ മർദ്ദിക്കുമ്പോ നമ്മുടെ ഉമ്മ പറയും, എന്നാ നീ അതിന് ചുട്ടു തിന്നാളി എന്ന് പറയും. അതിന്റെ അർത്ഥം ചുട്ടു തിന്നാനല്ല, ആ ഉമ്മാക്ക് ആ കുഞ്ഞിനോടുള്ള സ്നേഹമാണ് പറയുന്നത്. നീ അതിന് ഉപദ്രവിക്കല്ലേ, ഇങ്ങനെ ഉപദ്രവിച്ചു കൊല്ലുന്നതിനേക്കല്ല അതിന് ചുട്ടു തിന്നല എന്ന് പറഞ്ഞാൽ ചുടാനുള്ള ആഹ്വാനമല്ലാതെ മലയാളത്തിൽ എല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ മുജാഹിദുകൾ ഇങ്ങനത്തെ കാര്യത്തിനൊന്നുമില്ല. നേരെ മറിച്ച് ഇവിടെ പത്രകോളങ്ങളിലൂടെ ഇഷ്ടംപോലെ തെളിവുകൾ കിട്ടും. നിങ്ങൾ നോക്കേ, വാരാമ്പറ്റ കൊലപാതകം ഇസ്ലാമിന്റെ പവിത്രത കേൾപ്പിച്ച കളങ്കം. സമസ്ത നേതാക്കൾ നോക്കിക്കോളൂ. ബലിപെരുന്നാൾ ദിവസം വാരാമ്പറ്റയിൽ തികച്ചും ആസൂത്രിതമായി വിഘടിത സുന്നികൾ നടത്തിയ അക്രമവും കൊലപാതകവും പരിശുദ്ധ ഇസ്ലാമിന്റെ പവിത്രത കൽപ്പിച്ച കളങ്കമാണെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വാരാമ്പറ്റയിൽ ഒരു എ പി സുന്നികള് കെ സുന്നിപ്പെട്ട ഒരാളെ കൊന്നു. നിങ്ങൾ മനസ്സിലാക്കണം, വെറുതെ പറയല്ല, ഇതൊക്കെ പത്രത്തിൽ വന്നാണ്. വളരെ വാരാമ്പറ്റയിൽ വിഘടിത വിളയാട്ടം, ഈ കൊലക്ക് പിന്നിലെ യഥാർത്ഥ പ്രതി ആര്? ഇബ്രാഹിം ഫൈസി എഴുതിയത്. അപ്പൊ ഇതൊന്നും നമ്മൾ ആരും ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്തു എന്ന് അവർ വരുത്തി തീർത്തപ്പോ അതല്ല എന്ന് പറയുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ആരെ സ്റ്റേജും കയ്യേറാറില്ല, ആരെയും ഉപദ്രവിക്കാറില്ല, ആരെയും കൊല്ലാറില്ല. മുജാഹിദുകൾ ഒരു സുന്നിക്കുട്ടിയും തട്ടിക്കൊണ്ടുപോകാറില്ല, ഒന്നും ചെയ്യാറില്ല. നേരെ മറിച്ച് മുജാഹിദുകളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. മുജാഹിദ് പ്രവർത്തകരെ തട്ടിക്കൊണ്ടുപോയി വധിക്കാൻ ശ്രമം. നിങ്ങൾ മനസ്സിലാക്കണം. ചന്ദ്രിക 1999 ഏപ്രിൽ 13 ചന്ദ്രിക മുജാഹിദ് പ്രവർത്തകരെ തട്ടിക്കൊണ്ടുപോയി വധിക്കാൻ ശ്രമം. ടൈഗർ സുന്നികൾ മുജാഹിദ് പ്രവർത്തകരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കോതകുരിശി ശാഖ ISM പ്രസിഡന്റ് അബ്ദുൽ മുത്തലിബ്, സെക്രട്ടറി TH സിദ്ദീഖ് എന്നിവരെയാണ് മേലേമുറി ബൈപ്പാസിൽ വെച്ച് ശനിയാഴ്ച രാത്രി ജീപ്പിൽ വലിച്ചു കയറ്റി അജ്ഞാത കേന്ദ്രത്തിൽ കൊണ്ടുപോയി അപായപ്പെടുത്താൻ ശ്രമിച്ചത്. നോക്കൂ നിങ്ങൾ, പോലീസുകാരുടെ ഒത്താശയോടെ കാന്തപുരം മുസ്ലിയാക്കൾക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചെന്ന കള്ളക്കേസുണ്ടാക്കിയാണ്. അതായത് മുജാഹിദുകളോട് പോലീസുകാര് അവര് നല്ല നിലയിൽ നിന്നു, അങ്ങനെ അവരുടെ പിൻബലത്തിൽ കാന്തപുരത്തിന് പോസ്റ്റർ കെട്ടി എന്ന് പറയണം. യുവാക്കളെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ടൈഗർ സുന്നി നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആരായി ടൈഗർ സുന്നി? ആരാ? നിങ്ങൾ മനസ്സിലാക്കുക, വളരെ കൃത്യമായി മനസ്സിലാക്കുക. തടിയന്റെ അവിടെ നസീർ പ്രവർത്തിച്ചത് ഈ ടൈഗർ സുന്നിയിലാണ്. അദ്ദേഹത്തിന് ചേകന്നൂർ മൗലവിയുമായി അദ്ദേഹത്തെ കൊന്നതിൽ പങ്കുണ്ട്. AP സുന്നികൾക്കാണ് ചേകന്നൂർ മൗലവിയെ കൊന്നത് എന്ന് സഖാഫിമാരെന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഹസൻ സഖാഫി പൂക്കോട്ടൂർ അത് പറയുന്ന ഭാഗം നിങ്ങൾ പ്രത്യേകമായി ഒന്ന് കേൾക്കുക. 989 ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന അതേ പേര് സ്വീകരിച്ച് വേറൊരു വിഭാഗം രംഗത്തേക്ക് വന്നു. താടിയും തലയെക്കെട്ടും കണ്ടാല് സമസ്തയുടെ അതേ വേഷം, പ്രവർത്തന ശൈലിയോ സമസ്തയുടെ വേഷം, സമസ്തയുടെ ശൈലിയിൽ തന്നെ പ്രവർത്തിച്ചു, അതേ പേരിൽ പ്രവർത്തിച്ചു. പക്ഷേ പ്രവർത്തനം ആരംഭിച്ച് 2 വർഷം പിന്നിട്ടപ്പോ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഒരു 3 വഖത്ത് മാത്രം നിസ്കരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു മൗലവിയെ ആരോ തട്ടിക്കൊണ്ടുപോയി. 5 നേരം നിസ്കരിക്കണമെന്ന് വളരെ കർക്കശമായി പറയുന്ന സമസ്ത 926 പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 93 ഒരാളെ തട്ടിക്കൊണ്ടുപോയപ്പോ ആരും 5 നേരം നിസ്കരിക്കണമെന്ന് പറയുന്ന സമസ്തയെ തെറ്റിദ്ധരിച്ചില്ല. അതേ സമയത്തോ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ വിഭാഗം CBI പോലും പറഞ്ഞു അത് ഈ പുതിയ സമസ്തന്റെ ആളുകളായിരിക്കുമെന്ന്. എന്തേ പറയാൻ കാരണം? അപ്പൊ സഹോദരങ്ങളെ മനസ്സിലാക്കുക, AP സുന്നിയുടെ കൂടെ ജീവിച്ച സഖാഫിയാണ് പറയുന്നത്, നമ്മളല്ല. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരെ കുറിച്ച് വെറുതെയുള്ള ആരോപണങ്ങൾ മാത്രമാണ് ഇത്, നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എന്റെ ഒരു ക്ലിപ്പിംഗ് തെറ്റിദ്ധരിപ്പിച്ച് മുഹമ്മദ് നബി സുന്നിയാണ് എന്ന് ഞാൻ പറഞ്ഞു, വഹാബിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലിപ്പിംഗ് ആണ്. അതിന്റെ നിജസ്ഥിതിയും നിങ്ങൾ മനസ്സിലാക്കണം. മൗലവിമാര് പറയുന്നത് മുഹമ്മദ് നബി വഹാബിയല്ല സുന്നിയാണ്.
അവന് കേട്ടോളി. ഞമ്മക്ക് അത്ര സന്തോഷമുള്ള റിപ്പോർട്ട് ഈ ലോകത്ത് ഇന്നുവരെ കേട്ടിനോ? കേട്ടോളി, മൗലവിന്റെ നാവുകൊണ്ട് പറട്ടെ, വെച്ചുകൊടുത്താ മോനെ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഒരു കല്യാണ ഭവനത്തിലേക്ക് മഹാരഥനായ പ്രവാചക ചക്രവർത്തി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലാൻ. അപ്പൊ അവിടെ ഒരു വിരിപ്പിട്ട് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിരിപ്പിലിരുന്നു. അപ്പൊ കുട്ടികൾ അവിടെ നിന്ന് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നാളെയുടെ കാര്യമറിയുന്ന ആളാണ് ഈ പ്രവാചകൻ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആ കുട്ടികൾ പാടി. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഞങ്ങളൊക്കെ സുന്നിയാ. പക്ഷെ ഞങ്ങൾ സുന്നി സെന്റർ എന്ന് പേരിടാത്തത് കള്ളനാണയം ഉള്ളത് കൊണ്ടാണ്. സുന്നി സെന്റർ എന്ന പേരിൽ കള്ളനാണയം ഉള്ളത് കൊണ്ടാണ് സുന്നി സെന്റർ എന്ന് പേരിടാത്തത്. അല്ലെ ഞങ്ങൾ പേരിടുക സുന്നി സെന്റർ എന്നാണ്. സാക്ഷാൽ സുന്നികൾ ഞങ്ങളാണ്. പക്ഷെ ഞങ്ങൾ സുന്നി സെന്റർ എന്ന് പേരിടാത്തത് കള്ളനാണയം ഉള്ളത് കൊണ്ടാണ്. സുന്നി സെന്റർ എന്ന പേരിൽ കള്ളനാണയം ഉള്ളത് കൊണ്ടാണ് സുന്നി സെന്റർ എന്ന് പേരിടാത്തത്. അല്ലെ ഞങ്ങൾ പേരിടുക സുന്നി സെന്റർ എന്നാണ്. സാക്ഷാൽ സുന്നികൾ ഞങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് കുട്ടികൾ പാടി, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ. അപ്പൊ റസൂൽ പാടിക്കോ, ഞാനൊക്കെ അതിന്റെ ആളാണ് എന്നല്ല പറഞ്ഞു കേട്ടോ. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. മേലിൽ അത് പാടരുത് എന്നാ പറഞ്ഞു. മേലിൽ അത് പാടരുത് എന്നാണ് ആര് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് അതിന്റെ ഭയാനകത തിരുത്തി കൊടുക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അപ്പോ അല്ലാഹുവിന്റെ റസൂലിലാണ് നമുക്ക് മാതൃക. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് സത്യത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. എന്നിട്ട് അവർക്ക് സ്വതന്ത്രമായ തീരുമാനിക്കാം. അങ്ങനെ തീരുമാനത്തിന്റെ സ്വാതന്ത്ര്യം. അതുകൊണ്ട് ജനങ്ങളെ, നാളെ എന്ത് സംഭവിക്കും നമുക്കറിയാത്തത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ല പറയുന്നതിന് നേരെ എതിര് പറയാൻ ഒരു വിഭാഗം മുസ്ലിങ്ങൾക്കിടയിൽ, അമുസ്ലിങ്ങൾക്കിടയിലല്ല, മുസ്ലിങ്ങൾക്കിടയിൽ അല്ല എന്ത് പറഞ്ഞോ അതിന് നേരെതിരെ പറയും. റസൂൽ എന്ത് പഠിപ്പിച്ചോ അതിന് നേരെതിരെ ചെയ്യും. ഉദാഹരണമായി റമദാനിൽ അവസാനത്തെ 10 പള്ളിയിൽ ഇത്തിക്കാഫിരിക്കാൻ പറഞ്ഞു ഖുർആൻ. ഹദീസ് അതിനെ സ്ഥിരീകരിച്ചു. നമ്മളിൽപ്പെട്ട ഒരു കൂട്ടർ പാടത്തേക്ക് പോവുകയാണ്, സലാത്ത് വാർഷികം എന്ന് പറഞ്ഞിട്ട്. പെരുന്നാളിന്റെ അന്നോ മൈതാനത്ത് ബഹിഷ്കരിക്കാൻ പറഞ്ഞു, അപ്പോൾ പള്ളിയിൽ കയറി. അങ്ങനെ ഓപ്പോസിറ്റ് ചെയ്യാം. പള്ളിയിൽ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോ പാടത്തിരിക്കണം എന്ന് പറഞ്ഞപ്പോ പള്ളിയിൽ. എന്നിട്ട് അവർ പറയുന്നു അവർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ്. എന്ത് ചെയ്യും? സ്ഥലത്ത് മുസ്ലിങ്ങളുടെ നബിയല്ല ഈ നബി, ലോകത്തുള്ള എല്ലാവരുടെയും നബിയാണ്, ബാലന്റെ നബിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ പേരോട് ഉസ്താദ് എന്ത് ചെയ്തു എന്നറിയോ? ഞാൻ പറഞ്ഞ ആദ്യ ഭാഗവും അവസാന ഭാഗവും ഒക്കെ കട്ട് ചെയ്ത് ഇത് മുസ്ലിങ്ങളുടെ നബിയല്ല ബാലന്റെ നബിയാണ് എന്ന് പറഞ്ഞ് മാത്രം കേൾപ്പിച്ച് ക്ലിപ്പിംഗ് ഇട്ട് പിന്നെ മൂപ്പർക്ക് ഒരു മിമിക്രി ഉണ്ടല്ലോ, അത് മൂപ്പരായിട്ട് നടത്തി. ഇവരൊക്കെ എങ്ങനെ റബ്ബിനെ കണ്ടുമുട്ടുക? അത്ഭുതമല്ലേ? പടച്ചോനെ അല്ല ഉണ്ട് എന്നുള്ളൊരു ബോധമുള്ളവൻ ഈ ജാതി പണിയെടുക്കുവോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അള്ളാന്റെ ഖുർആനിൽ പറയാ ലോകർക്കാകമാനമുള്ള നബിയായത്, ലോകത്തിനാകമാനം. കുൽ പറയുക പ്രവാചക, യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. അല്ലയോ മനുഷ്യരെ, ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള പ്രവാചകനാണ്. ഇത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ അള്ളാഹ് ആവശ്യപ്പെടുകയാണ്. 7-ാം അധ്യായം സൂറത്ത് അറാഫ് 158-ാമത്തെ വചനമാണ്. കണ്ടോ സുഹൃത്തുക്കളെ, മുഹമ്മദ് നബി സുന്നിയാണെന്നും യഥാർത്ഥത്തിൽ സുന്നി മുജാഹിദുകളാണെന്നും മുജാഹിദ് സെന്ററിന് സുന്നി സെന്റർ എന്നാണ് പേരിടേണ്ടതെന്നും ആ പേരിൽ കള്ളനാണയമുള്ളത് കൊണ്ടാണ് നമ്മൾ സുന്നി സെന്റർ എന്ന് പേരിടാത്തതെന്നും നബി സുന്നിയും മുജാഹിദുകൾ സുന്നി, നിങ്ങൾ സുന്നി അല്ല എന്നാ പറഞ്ഞു. അപ്പൊ അതെന്ത് ചെയ്തു? ആദ്യ വാചകം മാത്രം കേൾപ്പിച്ച് തക്ബീർ ചെല്ലാനും പഠിപ്പിച്ചു കൊടുത്തുകല്ലോ, അതിങ്ങനെ ചെല്ലും. യഥാർത്ഥത്തിൽ അല്പക്കൊന്ന് ചിന്തിച്ചുടങ്ങൾക്ക് 2011 ഈ കാലയളവിലെങ്കിലും നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ പ്രിയങ്കരരെ? യാഥാർത്ഥ്യം എന്താ, വസ്തുത എന്താ എന്ന് നിങ്ങൾക്കൊന്ന് പരിശോധിച്ചുകൂടെ? ഇനി ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ബിദ്അത്തിനേക്കാളും ഭയങ്കരമായ അതായത് വ്യഭിചാരം ബിദ്അത്തിനേക്കാൾ താഴെയാണെന്നും വ്യഭിചാരത്തെക്കാൾ ഭയങ്കര തിന്മയാണ് ബിദ്അത്ത് എന്നും, അതായത് കൂട്ടുപ്രാർത്ഥനയെന്നും സുബൈക്ക് കുനു തോന്നുന്നുണ്ടല്ലോ, അത് വ്യഭിചാരത്തെക്കാൾ വലിയ തിന്മയാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്, പ്രചരിപ്പിക്കുന്നത്, ഇവിടെ വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ആ പറഞ്ഞത്? ഞാനാണോ പറഞ്ഞത്?
അല്ല ഒരു സഹാബി പറഞ്ഞതാണോ അദ്ദേഹത്തിന്റെ വാക്കുച്ചരിച്ചതാണോ അതൊന്നും കേൾപ്പിക്കാതെ മുജാഹിദ് പ്രവർത്തകർ പരമാവധി റോഡുമെന്ന് മാറിക്കൊടുക്കണം. നിങ്ങൾക്കറിയാലോ ഈമാനിന്റെ ഭാഗമാണത്. ഇമാത്തുല്ലദാനിത്തുരിക്കി സദഖ. മുജാഹിദുകൾ ഒതുങ്ങി നിന്നോളി. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് മുജാഹിദുകൾ ഒതുങ്ങി നിന്നോളൂ, ഒരു പ്രശ്നവുമില്ല. നല്ലോണം വാഹനങ്ങൾ പോയിക്കോട്ടെ, വാഹനം തടസ്സം ഉണ്ടാക്കിയാൽ നമ്മുടെ പ്രസംഗത്തിന് ആ തടസ്സം വരിക. അതുകൊണ്ട് മുജാഹിദുകൾ പരമാവധി ഒതുങ്ങി നിൽക്കുക. അപ്പൊ ഇവിടെ എന്താണ്? ബിദ്അത്തിനേക്കാൾ വലിയ തിന്മയാണ്, അല്ല വ്യഭിചാരത്തെക്കാൾ വലിയ തിന്മയാണ് ബിദ്അത്ത് എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി നൗഷാദ് അഹ്സനി നടത്തിയിട്ടുള്ള കമാൻഡും യഥാർത്ഥത്തിൽ അതിന്റെ ബാക്കി ഭാഗം എന്താ, യാഥാർത്ഥ്യം എന്താ, അത് മനസ്സിലാക്കി തരുന്ന ക്ലിപ്പിംഗ് ആണ്. നിസ്കരിച്ചിട്ട് ഒരു മുസ്ലിയാരി അല്ലെങ്കിൽ ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ അള്ളാഹുവിനോട് കൂട്ടമായി എല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്നു, മുജാഹിദ് പറയുന്നു, അതിനേക്കാൾ നല്ലത് ദ്വാരക്കുന്നതിനേക്കാൾ നല്ലത് വ്യഭിചരിക്കലാണ്. കേട്ടോ, പിശാചിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞവൻ KNM-ന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല? ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ, മറുഭാഗത്ത് ഒരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ പിശാച് ഏറെ സന്തോഷിക്കുക. വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് എന്ന് പറയുന്നത് സുഫിയാനു സൗരിയാണ്. പാച്ച കള്ളം പറയുന്നു. സുഫിയാൻ സൗരി മഹാപണ്ഡിതനാ, മൂപ്പര് പറഞ്ഞാണല്ലോ ഒരാൾ നിസ്കാരാനന്തരം കൂട്ടുപ്രാർത്ഥന നടത്തുന്നതിനേക്കാൾ നല്ലത് വ്യഭിചരിക്കലാണ്. ഞാൻ പല സ്ഥലത്തുനിന്ന് ഓരോട് പറഞ്ഞു, നിങ്ങൾ കാണിച്ചെന്ന് ഞങ്ങൾക്ക് ഒന്നായിട്ട് മുജാഹിദാവാലോ. ഞങ്ങളെ നേതാവ് സുഫിയാൻ സൗരി അങ്ങനെ ഒരു വാക്ക് പറയുകയോ? എന്താണ് ഈ പറയുന്നത്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സുഫിയാൻ സൗരിയുടെ പേരിൽ ഞാൻ കള്ളം പറഞ്ഞു എന്നാ. ഞങ്ങളെ നേതാവ് അങ്ങനെ പറയുകയോ, ഞങ്ങളെ നേതാവ് അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ സുന്നിയാവുന്ന ആ വാക്ക് സത്യസന്ധമാണോ? ഞങ്ങൾ കേട്ടോളിട്ടോ. ഇരുത്തം വന്ന സുന്നി പണ്ഡിതന്മാർ ഏറ്റവും പ്രഗത്ഭരായ EK സുന്നിയിലെ പണ്ഡിതനാണ് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി. സുഫിയാനു സൗരി പറഞ്ഞ അതേ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം സുഫിയാനു സൗരി പറഞ്ഞത് ഇബാറത്ത് വായിച്ച് ബോധ്യപ്പെടുത്തുകയാണ്. ആര്? നൗഷാദ് അഹ്സനി പറയാ സുഫിയാനു സൗരി അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പച്ചക്കള്ളം പറഞ്ഞാണ്. ഞാൻ സുഫിയാനു സൗരി അങ്ങനെ പറഞ്ഞിട്ടേ നമ്മൾ കാണൂലേന്ന്. കാണുകയായിരുന്നു. കിതാബ് വായിച്ചെങ്കിൽ ജീവിതത്തിൽ വായിച്ചിട്ടില്ല. പേരോട് ഉസ്താദ് എഴുതി കൊടുത്തു കേട്ടാ പേരില്. ഞാൻ തെളിയിച്ചു നിങ്ങൾക്ക്. ഇത് അങ്ങനെ വസ്തുത മനസ്സിലാക്കണ്ട. ആരാ അവിടെ കള്ളം പറയും? സുഫിയാൻ സൗരി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അഹ്സനി. നിങ്ങൾ അഹ്സനെ കൊണ്ടുവരുമോ? നിങ്ങൾ കൊണ്ടുവരി. ആരാ കള്ളം പറയുന്നത്? ഇത് മതത്തിന്റെ കാര്യമാണല്ലോ. നിങ്ങൾ ചിന്തിക്കുക, ആരാ കള്ളം പറഞ്ഞത്? എന്നിട്ട് അദ്ദേഹം പറയാ സുഫിയാൻ സൗരി അങ്ങനെ പറഞ്ഞിട്ട് സുന്നികളൊക്കെ മുജാഹിദാവും. വേണ്ട, അയാളാകാൻ തയ്യാറുണ്ടോ? എനിക്ക് കേട്ടോളൂ. അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി സുഫിയാൻ സൗരി പറഞ്ഞ ആ ഉദ്ധരണി പറയുന്നത് നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കുക. കാരണം AP സുന്നികളെക്കാൾ കിതാബ് തിരിയുന്നവർ ഇവിടെയുണ്ട്. AP സുന്നികൾ തന്നെ തിരിയുന്നവരുണ്ട്. പൊന്മള അദ്ദേഹവും പറയുന്നുണ്ടത്. കേട്ടോളൂ. കാരണം നൗഷാദ് ഹസനി ചെറിയ കുട്ടിയാണ്, തൊള്ളത്താളേ ഉള്ളൂ, ഇൽമില്ല. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നൗഷാദ് ഹസനിയുടെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് അമ്പലക്കട അബ്ദുൽ ഹമീദ് ഫൈസി പറയുന്നത് കേൾക്കുക. പക്ഷെ രണ്ടു തരം പാപങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ. മറ്റൊന്ന് വിശ്വാസ രംഗത്ത് വരുന്ന വ്യതിയാനം അല്ലെങ്കിൽ ബിദ്അത്ത്. എന്നാൽ പിശാചിന് ഏതാ ഇഷ്ടം? ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹു പറയുന്നു, ഇന്നൽ ബിദ്അത്ത് അഹബ്ബു ഇലൈ ഇബ്ലീസ് മിനൽ മാസിയ. മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബിദ്അത്ത് എന്ന അപകടകരമായ മാർഗത്തിൽ ചെന്നു ചാടലാണ് പിശാചിന് ഏറ്റവും ഇഷ്ടം. കാരണം എന്താ? ലിഅന്നൽ ബിദ്അത്ത ലാ യുതാബു മിൻഹാ. ഒരാൾ ബിദ്അത്തിൽ അകപ്പെട്ടാൽ അത് തെറ്റാണെന്ന് ആൾക്ക് തിരിച്ചറിയില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും തൗബ ചെയ്യില്ല. ആ ബിദ്അത്തിൽ ശാശ്വതമായി മുന്നോട്ട് പോകും. വൽ മാസിയത്തു യുതാബു മിൻഹാ. തെറ്റാണെങ്കിൽ ആൾക്ക് തെറ്റാണെന്നറിയാം, ഇന്നല്ലെങ്കിൽ നാളെ അയാൾ പശ്ചാത്തപിക്കും. അപ്പൊ ആപേക്ഷികമായി മനുഷ്യൻ തമ്മാടിയായി ജീവിക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഒരു ബിദ്അത്തിന്റെ വാഹകനായി ജീവിക്കുന്നതെന്ന് ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുമ്പോൾ പ്രശ്നം ഗൗരവതരാണ്. അപ്പൊ ആപേക്ഷികമായി മനുഷ്യൻ തമ്മാടിയായി ജീവിക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഒരു ബിദ്അത്തിന്റെ വാഹകനായി ജീവിക്കുന്നതെന്ന് ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുമ്പോൾ പ്രശ്നം ഗൗരവതരാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാചന്മാരോട് ഉണർത്താനുള്ളത്, നേർമാർഗം എന്നത് തർക്കമില്ലാത്ത വിഷയം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അംഗീകരിക്കുന്ന പാർട്ടി. സഹോദരങ്ങളെ,
അതായത് അഹ്സനി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ചെറിയ കുട്ടിയാ, ഇൽമില്ലാത്തനാ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അമ്പലക്കട അബ്ദുൽ ഹമീദ് ഫൈസിയും പറഞ്ഞു, സുഫിയാൻ സൗരി പറഞ്ഞിട്ടുണ്ട് പിശാചിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ് വ്യഭിചരിക്കുന്നതിനേക്കാൾ. ഞാൻ പറഞ്ഞ അതേ പദപ്രയോഗം ഞാനത് പറഞ്ഞത് എപ്പോഴാ? സുഫിയാൻ സൗരിന്റെ ഉദ്ധരണി വായിച്ച് അത് വായിച്ച് ഞാൻ കൊടുത്തെടുത്തുനിന്ന് ഇവരെന്ത് പറഞ്ഞു? എന്റെ വാചകാണ് അത് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്, ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. ഇത് ബോധ്യപ്പെടുമെന്ന് തോന്നിയോണ്ട് മുസ്ലിയാക്കന്മാരെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, ബാലുശ്ശേരി വരുന്നുണ്ട്, 50 സുന്നി ഒന്നിച്ച് മുജാഹിദാവും, ഓനെ തടുക്കണോ? ഇത് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കണം, എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ കള്ളത്തരം കാണിക്കുന്നതിന് നിങ്ങൾ പിടിച്ചു. നൗഷാദ് അഹ്സനി പറഞ്ഞു അമ്പലക്കട അബ്ദുൽ ഹമീദ് ഫൈസി കള്ളനാ, പച്ച കള്ളമാണെന്നാ പറഞ്ഞു. സുഫിയാൻ സൗരി പറഞ്ഞു എന്ന് ആര് പറയുന്നു? അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി പറയും. ഇനി യഥാർത്ഥത്തിൽ എന്റെ ക്ലിപ്പിംഗ് എന്താ കേൾപ്പിച്ച്? എന്റെ ക്ലിപ്പിംഗിന്റെ ഒരു ഭാഗം മാത്രം കേൾപ്പിച്ച് കള്ളത്തരം പറഞ്ഞു. ഞാൻ ആ ക്ലിപ്പിംഗ് ഇട്ടെടുത്ത് പോലും ഞാൻ എന്ത് പറയുന്നുണ്ട്? KNM പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല അത് പറയുന്നത്. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ടത് മനസ്സിലാവണില്ല? അത് കേട്ടാ നിങ്ങൾക്ക് അറിയാലോ, ഇത് വേറെ ആരോ പറഞ്ഞത് ഉദ്ധരിച്ചതാണ്. അതുപോലെ ഈ കൗമിന് ക്ലിപ്പിംഗ് എടുത്തോ ഓർമ്മയില്ല, കിട്ടിയപ്പോ അങ്ങോട്ടിട്ട് മുന്നും പിന്നും തിരിയില്ലല്ലോ, അതിട്ടു. ഇനി ഇതിന്റെ വിശദാംശവും പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരി, അതായത് നൗഷാദ് അഹ്സനി ഒക്കെ അംഗീകരിക്കുന്ന ഗ്രാൻഡ് മുഫ്തി, അദ്ദേഹവും ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. തുടർന്ന് എന്റെ വിശദീകരണവും അതിന്റെ ബാക്കി ഭാഗവും അതോടൊപ്പം പൊന്മളയും പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഇത് എനിക്ക് ഇവിടുത്തെ പോലീസ് ആളുകളോടും കൂടി പറയാനുള്ളത്, മുസ്ലിങ്ങൾക്കിടയിൽ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കുന്ന വിഷയമാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അത് ഭരണഘടനാനുസൃതമായി ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഈ സമൂഹത്തെ പണ്ഡിതന്മാർ വഞ്ചിക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അവരെ സ്നേഹിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അവർ തെറ്റിപ്പോകുന്നിടത്ത് അവരെ നന്നാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഭാഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആയി പോകരുത്. അള്ള വിധിച്ചാലേ ലോകത്ത് എന്തു സംഭവിക്കൂ, വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഏകാഗ്രതയോടുള്ള മുജാഹിദുകൾ അത് കേട്ട് മനസ്സിലാക്കുക. ബാക്കി കരുത്. ബിദ്അത്ത് വ്യഭിചാരത്തെക്കാൾ വലിയ പാപമാണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വലിയൊരു പ്രചരണം. അത് കേട്ട പല മുജാഹിദിന്റെ ആളുകളും എന്നെ വിളിച്ചു, എന്താ നിങ്ങള് ഇങ്ങനെയൊക്കെ പറയണത് എന്ന്. എന്താണ് യഥാർത്ഥത്തിൽ അത്? നിങ്ങൾ ആരെങ്കിലും കേട്ട ഒരു ഖുതുബയാണ് തിരുവനന്തപുരത്തെ സലഫി മസ്ജിദിൽ നടന്നിട്ടുള്ള ഒരു ഖുതുബ. ആ ഖുതുബയാണ് ഞാൻ അവിടെ വിശദീകരിച്ചത്. അതായത് ബിദ്അത്തിന്റെ ഗൗരവം വിശദീകരിക്കുന്ന ഒരു ഖുതുബ. ആ ഖുതുബയുടെ അവരിടുന്ന ഭാഗം നിങ്ങൾ ആദ്യം കേൾക്കുക. എന്നിട്ട് ആ കേസറ്റിലെ ഡീറ്റെയിൽ, അവിടെ നിന്നാണ് ഈ കളവ് കാണിക്കുന്നത് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുമ്പോ അള്ളാഹുവിന് ഇവർക്ക് പേടിയില്ല എന്നത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. അതായത് നമസ്കാരാനന്തരമുള്ള കൂട്ടുപ്രാർത്ഥന, അതുപോലെ സുബഹിക്കുള്ള കുനൂത്ത്, ഇത് രണ്ടും വ്യഭിചാരത്തെക്കാൾ വലിയ തിന്മയാകുന്നു. സുബ്ഹാനല്ലാഹ് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ്? യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. ഞാൻ പറഞ്ഞ വാചകമല്ല പറഞ്ഞത്. മഹാന്മാരായ 2 സഹാബികളെ ഉദ്ധരിച്ചിട്ട് അവരുടെ വാചകം പറഞ്ഞാണ്. കേട്ടോളൂ. എന്ന് നിങ്ങൾക്ക് അതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾക്ക്. പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നമുക്കിങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഇബ്നു ഉമർ, എല്ലാ ബിദ്അത്തും വഴികേടാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ വഴികേടും ബിദ്അത്താണ്. നിങ്ങൾ മനസ്സിലാക്കണം. ആ ബിദ്അത്ത് എന്നിട്ട് അദ്ദേഹം പറയാൻ, ജനങ്ങൾ അതിനെ നല്ലതായി കണ്ടാലും ശരി, ബിദ്അത്തിനെ ജനങ്ങൾ നല്ലതായി കണ്ടാലും ശരി, അത് വഴികേടാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, ആ വഴികേടുകളെല്ലാം നരകത്തിലേക്കാണ്. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്. സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി, സുഫിയാനു സൗരി പറയാൻ, നോക്ക്, തിന്മകളേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞവൻ KNM പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല? ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ, മറുഭാഗത്ത് ഒരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ പിശാച് ഏറെ സന്തോഷിക്കുക. വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് എന്ന് പറയുന്നത് സുഫിയാനു സൗരിയാണ്. സുഫിയാനു സൗരി KNM പ്രസിഡന്റ് അല്ല. മനുഷ്യരെ, ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇത് മനസ്സിലാകുമോ? എനിക്കറിയില്ല.
മനസ്സിലായല്ലോ? ഹൃദയം എന്ന് പറഞ്ഞ ഒന്ന്, സ്പന്ദിക്കുന്ന ഹൃദയമുള്ള മനുഷ്യരെ, ഞാനല്ല അത് പറഞ്ഞത്, എന്റെ പേരിൽ എന്തെല്ലാം പുകിലുകൾ. മഹാനായ സുഫിയാൻ സൗരി പറഞ്ഞ ഉദ്ധരണിയാ പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു ഉമർ പറഞ്ഞ ഉദ്ധരണിയാ പറഞ്ഞു. ഇസ്ലാമിൽ ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ തിന്മ ബിദ്അത്താ. കാരണം അത് മതമുണ്ടാക്കലാണ്. ബിദ്അത്ത് സുന്നത്തിന്റെ സ്ഥാനത്ത് വരുമ്പോ നല്ല ആത്മാർത്ഥമായി നല്ല തേട്ടത്തോടെ അതിലെന്തിനാ പശ്ചാത്താപോ? കൂട്ടുപ്രാർത്ഥന, നമസ്കാരാനന്തരമുള്ള കൂട്ടുപ്രാർത്ഥന സുന്നത്താണ് എന്നുള്ള നിലയ്ക്ക് ഇഖ്ലാസോടുകൂടിയാ ചെയ്യുന്നത്. അതുകൊണ്ട് പശ്ചാത്താപമല്ല. വ്യഭിചാരം ചെയ്താൽ പശ്ചാത്താപമുണ്ട്. അതാണ് ഹറാമിനേക്കാൾ വലുതാണ് ബിദ്അത്ത്. കാരണം അതല്ല അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത കാര്യം മതമായി അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത വല്ല പങ്കാളികളൊക്കെ ഉണ്ടോ? അപ്പൊ ഒരു ബിദ്അത്ത് ഒരു ഉസ്താദ് ഉണ്ടാക്കി അത് ദീനാണെന്നൊരാൾ വിശ്വസിച്ചാൽ ആ വിശ്വസിച്ച വ്യക്തി മുശ്രിക്കായി. അള്ളാഹു പറയാ. അപ്പൊ നിങ്ങൾക്കറിയോ വ്യഭിചാരത്തെക്കാൾ വലിയ തിന്മയാണോ ശിർക്കാകുക എന്നുള്ളത്? നിങ്ങൾ ചിന്തിക്കേ. പണ്ഡിതന്മാർ, എനിക്ക് ചുരുങ്ങിയത് സുന്നി പണ്ഡിതന്മാർ, നിങ്ങൾ ദീന് പഠിക്ക്. ജീവിതത്തില് മരിച്ചു പോകും, ഏത് നിമിഷവും മരിച്ചു പോകും. ഏത് ഭൂമിയിൽ വെച്ചാ നിങ്ങൾ മരിക്കുക, നാളെ എന്താ നിങ്ങൾക്ക് സംഭവിക്കുക, അതൊന്നും നിങ്ങൾക്ക് പറയാനാവില്ല. അപ്പൊ നിങ്ങൾ നോക്ക്, ബിദ്അത്ത് വ്യഭിചാരത്തെക്കാൾ സുഫിയാൻ സൗരിയുടെയും അബ്ദുല്ലാഹിബ്നു ഉമറിന്റെയും ഉദ്ധരണിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ഉദ്ധരണി ഇല്ല എന്നല്ലേ മുസ്ലിയാക്കന്മാര് പറയേണ്ടത്? അല്ലെ? അങ്ങനെ ഒരു വാദമില്ലേ ഇസ്ലാമിന്? ബിദ്അത്ത് വ്യഭിചാരത്തെക്കാൾ താഴെയാകുന്നു, പലിശയേക്കാൾ താഴെയാകുന്നു എന്നല്ലേ പറയേണ്ടത്? പക്ഷെ അതൊന്നും പറയലല്ല അവരുടെ ഉദ്ദേശം, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കലാകുന്നു എന്ന് നമ്മളെല്ലാവരും ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, 1.5 കൊല്ലം മുമ്പ് എന്റെ കേസറ്റിന്റെ നിരസ്ഥിതി വിശദീകരിച്ചാണ് നിങ്ങൾ കേൾക്കുന്നത്. ആ 1.5 കൊല്ലം അതിന്റെ യാഥാർത്ഥ്യം കേട്ടിട്ടും പല സ്ഥലത്തും മുസ്ലിയാക്കന്മാർ ഇടുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ പേടിയില്ലാത്ത നിങ്ങളെ കൂട്ടത്തിലെ സാധാരണക്കാർ പടച്ചോനെ പേടിക്കാത്ത നിങ്ങളെ മുസ്ലിയാക്കന്മാരാ. നിങ്ങൾക്ക് ഇമാമത്തെത്തുന്നു. റബ്ബിനെ കുറിച്ച് ഒരു നിമിഷം പോലും ഭയപ്പെട്ടിട്ടില്ലാത്തവരവര്. നിങ്ങൾ മനസ്സിലാക്കണം. വ്യഭിചാരത്തെക്കാൾ വലിയ തിന്മയാണ് ബിദ്അത്ത് എന്ന് ഞാൻ മാത്രമല്ല പറഞ്ഞത്. ലോകത്ത് ഇസ്ലാം പഠിപ്പിച്ചതാ. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ജീവിച്ചിരിക്കുന്ന മനുഷ്യനാ. ആദ്യം നിങ്ങൾ ചോട്ടാ ഉസ്താദുമാരോട് ഏറ്റവും ചുരുങ്ങിയ വലിയ പണ്ഡിതന്മാരെടുത്ത് നിന്നിട്ട് വിവരം നേടാൻ പറയും. ആ പൊന്മള പറയുന്നത് കേട്ടോളി നിങ്ങൾ. എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ശറഇൽ ഉള്ളതിനേക്കാൾ കൂട്ടിയത്, ഔ നുഖ്സ, അല്ലെങ്കിൽ ശറഇൽ ഉള്ളതിൽ ചുരുക്കിയത്, ഔ നുഖ്സ. എപ്പോഴാണ് ഈ ചുരുക്കലും അല്ലെങ്കിൽ ഏറ്റവുമൊക്കെ നടന്നിട്ടുള്ളത്? ഉത്തമമായ നൂറ്റാണ്ടുകൾ, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വിശേഷിപ്പിച്ച ഉത്തമമായ 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം കൂട്ടുകയോ കുറക്കുകയോ ചെയ്തു. എങ്ങനെ? മിൻ ഗൈരി ദലീലിൻ ശർഇയ്യ, ശർഇയ്യായ ഒരു രേഖയുടെയും പിമ്പലം കൂടാതെ കൂട്ടാനും കുറക്കാനും രംഗത്ത് വന്ന ആ കക്ഷികളാണ് ബിദ്അത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത്. ലൈസ ലഹും തൗബത്തുൻ, അവർക്കൊരിക്കലും തൗബയില്ല. ലൈസ ലഹും തൗബത്തുൻ, അവർക്കൊരിക്കലും തൗബയില്ല, പാപമോചനമില്ല. എന്താ കാരണം? ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു എന്താ തൗബയില്ല എന്ന് പറഞ്ഞാൽ. ഈ കക്ഷികൾ ബിദ്അത്തിൽ നിലകൊള്ളുന്ന കാലത്തോളം അവർക്ക് തൗബ ഉണ്ടാകില്ല. എന്തുകൊണ്ട്? ഫാസിഖീങ്ങളും മുബ്തദീങ്ങളും തമ്മിൽ എവിടെയാണ് വ്യത്യാസപ്പെടുന്നത്? എന്തുകൊണ്ട്? ഫാസിഖീങ്ങളും മുബ്തദീങ്ങളും തമ്മിൽ എവിടെയാണ് വ്യത്യാസപ്പെടുന്നത്? കള്ളുകൂടി മഹാപാപമാണ്. അള്ളാഹു ഹറാമാക്കിയ നഫ്സിനെ കൊല്ലൽ മഹാപാതകമാണ്. വ്യഭിചാരം മഹാപാതകമാണ്, കുറ്റമാണ്. അങ്ങനെയൊക്കെ മഹാകുറ്റങ്ങൾ തന്നെയാണെങ്കിലും ആ കുറ്റങ്ങൾ ചെയ്തവൻ ഇസ്ലാമിന് പുറത്താണ്, കാഫിറാണെന്ന് നാം പറയുന്നില്ല. കള്ളുകൂടി മഹാപാപമാണ്. അള്ളാഹു ഹറാമാക്കിയ നഫ്സിനെ കൊല്ലൽ മഹാപാതകമാണ്. വ്യഭിചാരം മഹാപാതകമാണ്, കുറ്റമാണ്. അങ്ങനെയൊക്കെ മഹാകുറ്റങ്ങൾ തന്നെയാണെങ്കിലും ആ കുറ്റങ്ങൾ ചെയ്തവൻ ഇസ്ലാമിന് പുറത്താണ്, കാഫിറാണെന്ന് നാം പറയുന്നില്ല. അഹ്ലു സുന്നയുടെ വിശ്വാസം അതാണ്. കാരണം അവർക്കറിയാം ഞാൻ ചെയ്തത് കുറ്റമാണ്, ഇത് തെറ്റാണ്, പാപമാണ്, അള്ളാഹു പുറത്തു വരുമോ? അവർക്കറിയാം. ഈ സ്വഭാവം
മുബത്തദിയിൽ കാണില്ല. കാരണം അവൻ വിശ്വസിക്കുന്നത് അവന്റെ ആശയങ്ങൾ 100% ശരിയാണ്, തെറ്റല്ല എന്ന്. അവന്റെ ആശയങ്ങളൊക്കെ സത്യമായി അവൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് തൗബയില്ല. കാരണം തൗബയുടെ ഒന്നാമത്തെ ഷർത്ത് തന്നെ അൽ ഇഖ്റാറു ബിദ്ദംബി, ചെയ്ത പാപം കൊണ്ട് സമ്മതിക്കണം. ഈ സമ്മതം ബിദ്അത്തുകാരിൽ നിന്ന് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആ ബിദ്അത്തിന്റെ ആളുകൾ ഒരിക്കലും തൗബ ഇല്ലാത്തവരാണെന്നും അനമിന്നും ബരിയൂൻ, ഞാൻ അവരിൽ നിന്ന് മുക്തനാണ്, വഹും മിന്നീ ബുറാഉ, അവർ എന്നിൽ നിന്ന് മുക്തന്മാരാണ്, അവരെന്റെ ആളുകളാണെന്ന് പറയണ്ട, എന്റെ ദീനിന്റെ ആളുകളാണെന്ന് പറയണ്ട. അത്രയും ശക്തമായ ഭാഷയിൽ ബിദ്അത്തുകാരെ സംബന്ധിച്ച് മഹാനായ നബി തങ്ങൾ പറഞ്ഞെങ്കിൽ ആ ബിദ്അത്തുകാരുടെ അടയാളമാണ് നാബൽസി പറഞ്ഞത്, ശറഉള്ളതിനേക്കാൾ കൂട്ടുകയോ കുറക്കുകയോ ചെയ്ത കക്ഷികളാണ് അവർ. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അതായത് ബിദ്അത്തിന്റെ ഗൗരവം പഠിപ്പിക്കുകയാണ്. ഇതിലൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇവരുടെ ഏറ്റവും പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ മനസ്സിലാക്കിയ ഇവരുടെ ഏറ്റവും വലിയ പണ്ഡിതന്മാരാണ് പറഞ്ഞ രണ്ടാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏറ്റവും ചെറിയ പ്രവർത്തകനാണ് ഞാൻ. ഞങ്ങളൊക്കെ നിങ്ങളെ പണ്ഡിതന്മാരെ ഏറ്റവും പാണ്ഡിത്യത്തിന് മുമ്പ് തന്നെ ഈ വിവരമൊക്കെ പഠിച്ചവരാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത മനസ്സിലായിക്കോളെ. അപ്പോ അതിട്ടിട്ട് ജനങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക. ഇനി ഇതൊക്കെ അവിടെ വിശദീകരിച്ചല്ലോ. മറ്റന്നാള് നൗഷാദ് ഹുസൈൻ ഇവിടുത്തെ 2 കിലോമീറ്റർ അപ്പുറം വന്ന ഈ ചങ്ങായി എവിടെ ഇടും? കാരണം ഓ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവനല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാകണം, ഓനെ അറിയണം. ഞങ്ങളത് അറിഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ട നിങ്ങൾക്ക് അത് അറിയില്ല. നിങ്ങളെ പണ്ഡിതന്മാരാരാ അറിയോ? നിങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നവർ. ഇത് നിങ്ങൾക്ക് എന്ത് തോന്നിയാലും ഞാൻ തുറന്നു പറയുന്നു, മരണാനന്തര ജീവിതം നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. അന്ന് നിങ്ങൾ ഞങ്ങളെ നോക്കി കരയും, അന്ന് നിങ്ങൾ മുസ്ലിയാക്കന്മാരെ നോക്കി പല്ലിളിക്കും, അന്ന് നിങ്ങൾ പറയും റബ്ബനാ ആതിന മിനൽ അദാബ്. നിങ്ങൾ കേൾക്കണോ? ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ അറിയോ? ഒരടിപ്പാവാട ഇവിടെ ഒക്കെ കൊണ്ടുപോയി. ഇന്നലെ വേറൊരു സ്ഥലത്ത്, നാളെ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ നടക്കുക. മുജാഹിദുകൾ കൈവച്ച മേഖല അടിപ്പാവാടയാണ്. സത്യത്തിൽ ബഹ്റൈനിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നടത്തിയൊരു പ്രസംഗത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ പരിവർത്തനങ്ങൾ പറഞ്ഞു പോരുന്ന കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം. എന്നിട്ട് ഞാൻ ഇതിന്റെ തൊട്ടുതായ പറയാട്ടോ, 2 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഓർക്കണോ ഈ സെന്റൻസ് പറഞ്ഞത് പറയാ, ഇനി നാളെ മുജാഹിദുകൾ അടിപ്പാവാട ധരിപ്പിക്കാൻ നടക്കുകയാണെന്ന് ഇതിനെ വ്യാഖ്യാനിക്കരുത്. അപ്പൊ നിങ്ങളെ പണ്ഡിതന്മാർ ഇത് ചെയ്യുന്ന 2 കൊല്ലം മുമ്പേയുള്ള കറാമത്ത് മനസ്സിലായി നിങ്ങൾക്ക്? നിങ്ങളെ മുസ്ലിയാക്കന്മാർ ഇജാതി ചെയ്യുന്നുള്ള ഭാവി അത് പറഞ്ഞു ഞങ്ങള് അള്ളാഹ് ഞങ്ങൾ കൊണ്ട് പറയിപ്പിച്ച് നിങ്ങൾ അത് ചെയ്യുന്ന ലോകത്തിനറിയാം. അന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് ആ ഭാഗം ഒഴിവാക്കി കേൾപ്പിച്ചിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ചിരിപ്പിക്കുകയും മുജാഹിദുകൾക്ക് പണി പോലെ പാവാട കൈപ്പിക്കലായിരുന്നു എന്നൊരു കമന്റും പറയുന്ന ഈ അഹ്സനി എന്ന് പറയുന്ന ഈ ഇവിടെ വന്ന ഇനി കുറച്ചുകൂടി ബെറ്ററായ അലവിയോലൊക്കെ പറയുന്നത് അടിപ്പാവാട വിഷയം എന്താ? നിങ്ങളൊന്ന് പഠിക്കണം. ഇവരാരാന്നും കൂടി നിങ്ങളൊന്ന് മനസ്സിലായിക്കോളെ. ബേജാറുണ്ടാവും നിങ്ങൾക്ക്. കാലിന്റെ അടിയിലും മണ്ണ് ചോരുമ്പോ അതൊക്കെ ഉണ്ടാവും. ആദർശത്തിനും പിടിച്ചിരിക്കാൻ നിങ്ങളെ കയ്യിൽ ഒന്നുമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഇനി കേട്ടോളി എന്താ അടിപ്പാവാടന്റെ പ്രശ്നം. കിടണമെന്നും വാദിക്കുന്ന ഈ വിഭാഗത്തിന് ഖുർആനുമായി യാതൊരു ബന്ധവുമില്ല, ഹദീസുമായി ബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ അയാൾക്കൊരു പണി കൊടുക്കാൻ പോവാണ്. നിങ്ങൾ ആരും എന്നോട് ദേഷ്യം പിടിക്കരുത്. കാരണം ഇതെല്ലാം യോഗ്യതല്ലാക്കൊരു പണി കൊടുക്കണല്ലോ. ആ പണി ഞാൻ എന്റെ നാവ് കൊണ്ട് പറയുന്നില്ല. അത് നമ്മളെ ബാലുശ്ശേരിയെ കൊണ്ട് തന്നെ ഞാൻ അങ്ങ് പറയിപ്പിക്കും. മുജാഹിദുകൾക്ക് പറ്റിയ ഏറ്റവും നല്ല പണി അയാൾ എന്നെ പറഞ്ഞോട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഴപ്പം, മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അറിയോ നിങ്ങൾക്ക്? ആ പണി ഞങ്ങൾ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. കാരണം മുജാഹിദുകൾ വന്നപ്പോ സഹോദരിമാർക്കും മനസ്സിലായി ഇനി അതില്ലാതെ നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സംസ്കാരമില്ലാത്ത ഒരു വിഭാഗം അല്ലാഹുവിന്റെ ഭൂമിയിലുണ്ടെങ്കിൽ അത് മുജാഹിദുകളാണ്. ഇനി അടുത്ത ചോദ്യം. നിങ്ങൾ ഓർക്കണം, മുജാഹിദ് മൗലവിമാർ അവരുടെ സമ്മേളനത്തിന്റെ ഭാഗമായി ഒക്കെ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുമ്പോൾ പറയും, ഞങ്ങൾ വന്നതുകൊണ്ടാണ് ഇവിടെ പല പല നേട്ടങ്ങളും ഉണ്ടായത്. ഒരു മൗലവി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച ഒരു പ്രസംഗം ഒരു CD എനിക്ക് കിട്ടി. അതിൽ അദ്ദേഹം പറയുന്നത് വല്ലാത്തൊരു നേട്ടമാണ്. മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത് പ്രവർത്തിച്ച നേട്ടം അദ്ദേഹം വിലയിരുത്തുകയാണ്. എന്താണ്? ഞങ്ങൾ കൈവച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അത്
അത് പലതാണ്, ചെറുതൊന്നുമല്ല. ആളുകളെ എണ്ണി എണ്ണി പറയുകയാണ്. എന്റെ നാവ് കൊണ്ട് ഞാനത് പറയുന്നില്ല. അയാൾ തന്നെ പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനം കൈവച്ച സ്ഥലങ്ങൾ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അയാൾ മുജാഹിദ് പ്രസ്ഥാനം കൈവച്ചത് എവിടെയാണെന്ന് മുജാഹിദ് ബാലുശ്ശേരി തന്നെ വളരെ ജോറായി പറയുന്നുണ്ട്. ഒന്ന് കേൾക്കൂ നിങ്ങൾ. ഇത് പ്രസ്ഥാനം കൈവക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർ കടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. കൊള്ളാം കൊള്ളാം. മുജാഹിദ് കൈവച്ച സ്ഥലങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ കൈവച്ച സ്ഥലങ്ങളാണിത്. മുജാഹിദിന്റെ പുരോഗമനമാണ് ഇപ്പൊ കേട്ടത്. ഒന്നുകൂടി വെച്ചുകൊടുത്ത അതുകൊണ്ട് കേൾക്കാൻ പൂതിയാണ്. ഒന്നുകൂടി വെച്ചുകൊടുത്ത അതുകൊണ്ട് കേൾക്കാൻ പൂതിയാണ്. ഒന്നുകൂടി വെച്ചുകൊടുത്ത അതുകൊണ്ട് കേൾക്കാൻ പൂതിയാണ്. ഇത് പ്രസ്ഥാനം കൈവക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർ കടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അവിടെയാണ് നിങ്ങൾ കൈവച്ചത് എന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എതിർപ്പില്ല. സഹോദരങ്ങളെ, ഇവിടെ പലപ്പോഴും വിചാരിക്കും, ഇതിൽ ഒരു വിശദീകരണവും കൂടെ ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു. മുജാഹിദുകൾ പ്രസംഗിക്കുമ്പോൾ പ്രകോപനം ഉണ്ടാക്കി പ്രസംഗിച്ചു എന്ന് ചിലപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്ക് തോന്നും. കാരണം സുന്നികൾ പ്രസംഗിക്കുമ്പോൾ പോലീസുകാരെ ഞങ്ങൾ വരുത്താറില്ല. ഞങ്ങൾ കച്ചറുണ്ടാക്കാത്തതുകൊണ്ട് പോലീസുകാർ വരാറില്ല. അതുകൊണ്ട് ഓലെന്ത് മാത്രം പ്രകോപനം ഉണ്ടാക്കി എന്ന് പോലീസുകാർക്ക് അറിയില്ല. അവരുണ്ടാക്കിയ തോന്നിയാസത്തിന് നമ്മൾ മറുപടി പറയുമ്പോൾ നമ്മൾ കുറ്റക്കാരായി. അതുകൊണ്ട് പോലീസുകാരോട് ദയവ് ചെയ്ത് ഞങ്ങൾ നിങ്ങളെ ധിക്കരിക്കുകയോ ഒരിക്കലും നിയമം ലംഘിച്ചവരല്ല ഞങ്ങൾ. കാരണം നിങ്ങൾ നോക്കൂ, ഈ രണ്ട് പണ്ഡിതന്മാർ, ഇവരെ സുന്നി പണ്ഡിതന്മാർ പറഞ്ഞ എന്താ? മുജാഹിദുകൾ ഉള്ളതുകൊണ്ടാണ് സ്ത്രീകൾ പാവാട ധരിച്ചത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നില്ലാന്ന്. ഇത് നിങ്ങൾ കേട്ട നിങ്ങൾ പ്രകോപിതരാവൂലേ? ഈ തോന്നിയാസം ഇവിടെ 11 മണി വരെ, 12 മണി വരെ, 1 മണി വരെ, 2 മണി വരെ, നേരം എടുക്കുന്നവരെ പറഞ്ഞാലും ഒരൊറ്റ പോലീസുകാരനും വരൂല. ഞങ്ങൾക്ക് 7 മണിക്ക് പെർമിഷൻ തരും. 7:05 പറയും നിർത്തിക്കളിയും. ഇത് ഏത് നീതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചോദിക്കുന്നത്? ഇനി ഇവരുടെ ഏറ്റവും വലിയ പണ്ഡിതൻ അലവി, ആ അലവി പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ, മുജാഹിദുകൾ കൈവച്ച സ്ഥലം. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി, ഇവർക്ക് മലയാളം അറിയില്ല. മലയാളം പഠിക്കരുത്, അത് ആര്യം ഭാഷയെന്നാ പറഞ്ഞ്. കൈവെക്കുക എന്നാൽ ഓൽക്ക് ആകെ കൈവച്ച ഒരു സ്ഥലത്തേ പരിചയമുള്ളൂ. ഓല് വിചാരിച്ച അതാ. ഞാൻ വേറെ കുറെ കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്, അതൊന്നും മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി ആ എണ്ണി പറയുന്നൊന്ന് കേട്ടോളിട്ടോ. കേസറ്റ് യഥാർത്ഥത്തിൽ എന്താ? ഇവര് കട്ട് ചെയ്തൊന്നല്ല. ഏതുപോലെ? സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ആ 2 വരി വയലാറിൻ്റെതാ. അതിന്റെ ആദ്യ വരി മാത്രം ഒന്ന് പാടിയൊക്കെ. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ എന്ന് പറഞ്ഞാൽ വേദനിക്കുന്ന മനുഷ്യനെ ഞാൻ സ്നേഹിക്കൂല. അത് ക്രൂരതയല്ലേ? അതിന്റെ ബാക്കിയോട് വായിച്ചാലേ ആശയം പൂർണ്ണവും. മുസ്ലിയാക്കന്മാര് ചെയ്യില്ല. ഇനി എന്താ ബഹ്റൈനിൽ ഞാൻ നടത്തി ആ കേസറ്റ് കേട്ടോളി നിങ്ങള്. എന്നിട്ട് നിങ്ങൾ ഉസ്താദുമാരോട് ജാഹിദ് ബാലുശ്ശേരി 5 മിനിറ്റ് പ്രസംഗിക്കുന്ന രൂപത്തിൽ ഒരു നല്ല ഭാഷ പ്രസംഗിക്കാനെങ്കിലും വൈഭവം നേടാൻ പറ. കേട്ടോളി. ആണോ നിങ്ങൾ ആലോചിച്ച് നോക്കും. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഭീരുത്വം കൊണ്ടല്ലേ നിങ്ങൾ യുദ്ധത്തിനെതിരെ? ഞങ്ങൾക്കോ കാന്തപുരത്തിന്റെ തറവാട്ടിലേക്ക് കയറി ചെന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? ആണോ? ഉള്ളാളം ദർഗയുടെ പരിസരത്ത് എന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? CM മടവൂരിന്റെ മക്കാമിന്റെ പരിസരത്ത് എന്ന് മക്കാമിന്റെ മുമ്പിൽ ചെന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? ബാബരി മസ്ജിദ് പൊളിച്ച ഉടനെ ഇന്ത്യന്റെ മതേതരത്വത്തിന്റെ കടക്ക് കത്തിവെച്ച ഡിസംബർ 6 ഉണ്ടല്ലോ, 1992 ഡിസംബർ 6, ഇന്ത്യ രാജ്യത്ത് മുഴുവനും കലാപം പൊട്ടി പുറപ്പെട്ടപ്പോ മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന് പറഞ്ഞ് ചതുർദിന സമ്മേളനം നടത്താൻ മുജാഹിദ് പ്രസ്ഥാനം കാണിച്ച ധൈര്യത്തിനോ? ഏതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഴപ്പം? മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനം കൈവക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർ കടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അറിയോ നിങ്ങൾക്ക്? അതിനർത്ഥം ഞങ്ങൾ പെണ്ണുങ്ങളെ പാവാട അടിക്കാൻ നടക്കുകയായിരുന്നു എന്നല്ല. ഇനി നാളെ അങ്ങനെ വ്യാഖ്യാനിച്ചേക്കണ്ട. പറഞ്ഞു വന്നതിന്റെ അർത്ഥം അതിന് പോലും അവസരമില്ലാത്തൊരു സമൂഹത്തെ. എനിക്കറിയാം, ഞാന് അരീക്കോടിനടുത്തൊരു സ്ഥലമുണ്ട്, ഇരുവേറ്റി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു പ്രസംഗത്തിന് വന്നപ്പോ ഒരു മനുഷ്യന്റെ കൈ ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ, അപ്പൊ അയാൾ പറഞ്ഞു, ബാലുശ്ശേരി ഇതെന്താണെന്നറിയോ എന്ന് ചോദിച്ചിട്ടുണ്ടോട്. ഞാൻ പറഞ്ഞു, കൈ പൊട്ടിയതാണ്. അതെങ്ങനെ പൊട്ടിയെന്നറിയുമോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. എന്റെ ബാപ്പ ഒരു ഖുറാഫിയായിരുന്നു. ഞാൻ തലയിൽ മുടി വെച്ചപ്പോ എന്നെ വാപ്പ ഓടിപ്പിച്ചത്. അപ്പൊ ഞാനൊരു മൂച്ചിമ്മ കയറി മൂച്ചിന്റെ കൊമ്പ് പൊട്ടി വീണ് കൈ പൊട്ടിയതാണ്. മൂച്ചി എന്ന് പറഞ്ഞാൽ മാവ്. അയാൾ പറഞ്ഞത് ഞാൻ അപ്പടി പറഞ്ഞോളൂ മാത്രം. മാവിന്റെ മുകളിൽ എന്റെ ബാപ്പ ഓടിച്ചിട്ട് കയറ്റി. അങ്ങനെ കൊമ്പടിഞ്ഞ് ഞാൻ വീണു മുടി വെച്ചതിന്റെ പേരിൽ. ഈ സമൂഹത്തെ മുടി വെച്ചിട്ട് ഇപ്പൊ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, അവനെ വാർന്നു വെക്കാനും
ഒരു ചീർപ്പ് കൈ പിടിപ്പിക്കാനും പഠിപ്പിച്ച പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇടപെട്ടില്ല. സക്കാത്ത് സിസ്റ്റമാറ്റിക്കലി ഈ സമൂഹത്തെ പഠിപ്പിച്ച ആര്? മുജാഹിദ് പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം ക്രിസ്ത്യൻ ചർച്ചിൽ പറഞ്ഞ പോലെ മുസ്ലിങ്ങൾ തൊട്ടുവെക്കാത്ത ഒരു ശാസ്ത്രശാഖയില്ല എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾ തൊട്ടുവെക്കാത്ത ഒരു മേഖലയും കേരളത്തിലില്ല. അതുകൊണ്ട് വളരെ ഗൗരവം പറയാ. ഇത്രയും സഹോദരങ്ങളെ, ഈ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ മാറ്റം ഇങ്ങനെ പറഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനം കൈവച്ച മേഖല നന്മ. ഈ കൈവെക്കുക എന്ന് പറഞ്ഞാൽ ഇടപെടുക എന്നാണ് മലയാളത്തിൽ. നിങ്ങൾ അലവി സക്കാഫിനൊക്കെ വിളിച്ചിട്ട് പറയും, ഉസ്താദെ ഒരു 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിന്റെ നോളജ് എങ്കിലും നേടിക്കൂടി. ഈ എരപ്പത്തരുവായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലേ ഒരു ഭാഷ തിരിയാത്ത കൗമിനെയും നേതാവാക്കി നടക്കാൻ കോൺഗ്രസ് ഇല്ലല്ലോ കൗമേ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൈവെക്കാത്ത മേഖലയെല്ലാം തന്നെ പെണ്ണുങ്ങളെ പാവാറിനുള്ളിൽ കൈവച്ചു നല്ലടോ, ഇടപെട്ടു എന്നാണ്. എല്ലാ മേഖലയിലും ഇടപെട്ടു. ആ ഭാഷ തിരി. പിന്നെന്തറിയോ, സക്കാത്തിനെ പറ്റി ഞാൻ പറഞ്ഞു, പുരുഷന്മാര് മുടി വെച്ചതിനെ പറ്റി പറഞ്ഞു, പല മാറ്റങ്ങൾ പറഞ്ഞു. ഒന്നും മൂപ്പർക്ക് ക്ലിക്ക് ചെയ്തില്ല. മൂപ്പരാകെ കൈവച്ച് പരിചയമുള്ള ഒരു സ്ഥല. മൂപ്പരതിങ്ങ് എടുത്ത് ഇഞ്ചാദിനെ പേറി നടക്കുകയല്ലേ നിങ്ങള്. എന്നിട്ടല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞ് ഞങ്ങളെ കൂട്ടത്തിൽ ഒന്നിന്റെ ബലം ഉണ്ടോ? നിങ്ങൾ 1000 പണ്ഡിതന്മാർക്ക് ഒന്നിന്റെ ബലം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇജാതി തട്ടിപ്പല്ല. നിങ്ങൾ പ്രമാണങ്ങൾ ധരിക്കി. അല്ലല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? നിങ്ങൾ പ്രമാണം ധരിക്കി. അള്ളാന്റെ കഴിവ് മൊയ്തീൻ ശൈഖ് നിങ്ങൾ വകവെച്ചു കൊടുത്തു. ഞങ്ങൾ അത് പറയുമ്പോ ജനങ്ങൾ മുജാഹിദാവെന്ന് പേടിച്ചിട്ട് നിങ്ങളെ അനുവദിച്ചില്ല കേട്ടോ. അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇവർ എഴുതുകയാണ്. അബ്ദുൽ ഗഫൂർ പടിഞ്ഞാറങ്ങാടി 1992 ഒക്ടോബർ 1 പുസ്തകം 9 ലക്കം 12 ഇതിൽ എഴുതുകയാണ്. കേട്ടോളി, എന്താ ഞങ്ങൾ നിങ്ങളെ ചികിത്സിക്കുന്നത്? നിങ്ങൾക്ക് ഇസ്ലാമില്ല എന്ന് പറഞ്ഞു തരിക. ഞങ്ങളെപ്പോലെ നിങ്ങളെ സ്നേഹിച്ച പോലെ ആരാള്? മുജാഹിദ് പ്രസ്ഥാനത്തിൽ സുന്നികളെ ഞാൻ സ്നേഹിക്കുന്ന പോലെ ആര് സ്നേഹിക്കുന്നു നിങ്ങളെ? നിങ്ങളെ തിന്മയായിട്ട് സെഡ് പറഞ്ഞു തരിക വഴി നിങ്ങളെ നരകത്തുനിന്ന് രക്ഷ. വീടിക്കൊന്നും വേണ്ട, തലപ്പാവ് ധരിച്ച്. ഇതൊക്കെ നാളെ ബോധ്യപ്പെടും. അന്ന് എന്ന് നിങ്ങൾ പറയും, നിങ്ങൾ പറയും, പടച്ചോനെ അള്ളാനെ റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ. എനിക്ക് കേട്ടോളിട്ടോ, ക്രിസ്ത്യാനികളുടെ വിശ്വാസം പോലും മുസ്ലിം സമൂഹത്തിൽ ഇവർക്കില്ല. കേട്ടോ, നിങ്ങൾ ഒരു ക്രിസ്ത്യാനിനെയും മുസ്ലിമിനെയും കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കണം എന്താ പറയുന്നത്. ഇവരെഴുതിയതാട്ടോ ഇവരുടെ റിസാല, ഇവരുടെ ഒറിജിനൽ റിസാലട്ടോ. റിസാല എന്ന് വായിക്കുന്നത് കേട്ടോളി. ഒരിക്കൽ ഒരു ക്രിസ്തീയ പുരോഹിതൻ പരീക്ഷണാർത്ഥം ഷെയ്ഖ് ജിലാനി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇപ്രകാരം വാദിച്ചു: ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠനും ഉന്നതനുമായ മനുഷ്യൻ യേശുദേവനാണ്. അദ്ദേഹം മരിച്ച ആളെ ജീവിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നബി മുഹമ്മദ് നബി അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ബുദ്ധിമാനായ ശൈഖ് അവർകൾ തിരിച്ചടിച്ചു. ഈസാ നബി അലൈഹിസ്സലാം അങ്ങനെ ചെയ്തത് അള്ളാഹുവിന്റെ അനുമതി കൊണ്ടാണല്ലോ. എങ്ങനെ? ഷെയ്ഖ് ജീലാനി ബുദ്ധിമാനാണ്, അതുകൊണ്ട് ഷെയ്ഖ് ജീലാനി എന്ത് പറഞ്ഞു? എനിക്ക് അള്ളൊന്നും വേണ്ട, അതിനാ ബുദ്ധി എന്ന് പറഞ്ഞു. ഇത് ഞാൻ അള്ളാഹിനൊന്നും വിശ്വസിക്കുന്ന ആളല്ല, ഞാൻ തന്നെ അള്ളയാ. കേട്ടോളിട്ടോ, ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് ആർക്കറിയാ? മുസ്ലിയാക്കന്മാർക്കറിയാം. ഇത് നിങ്ങൾ കേട്ട് എങ്ങനെയൊക്കെ നിങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കും. അങ്ങനെ നിങ്ങൾ മുജാഹിദാവും സ്വർഗത്തിന്റെ വഴി തിരഞ്ഞെടുക്കും. ഉസ്താദിന് അവിടെ കമ്പനി വേണമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് അവിടെ കമ്പനി വേണം. നിങ്ങൾ ഉണ്ടാകണം, ഉസ്താദിന്റെ കൂടെ എപ്പോഴും നിൽക്കണം. കേട്ടോളി മക്കളെ, SLC +2 ഒക്കെ പഠിച്ചോളി. നിങ്ങളെ കൂട്ടത്തിലില്ലേ? നിങ്ങൾ തിരിഞ്ഞോളി. നിങ്ങൾ ഉസ്താദ്മാർക്ക് അതിനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടില്ല, പള്ളി ദർസിൽ നിന്ന് ചൊറിയാനല്ലാതെ. കേട്ടോളിട്ടോ. അപ്പൊ മൊയ്തീൻ ശൈഖ് തിരിച്ചു പറയണത്രേ, ഈസാ നബി മരിച്ചോലെ ജീവിപ്പിച്ച അള്ള കൈ കൊടുത്തിട്ടല്ലേ, എനിക്ക് അള്ളാന്റെ കൈവൊന്നും വേണ്ട. ഇനി പറയും, ഇതിൽ ഈസാ നബിയാണോ ബെറ്റർ, ക്രിസ്ത്യാനിയാണോ ബെറ്റർ, മൊയ്തീൻ ശൈഖിന്റെ ആളുകളാണോ ബെറ്റർ? മൊയ്തീൻ ശൈഖ് പറയാട്ടോ. കേട്ടോടി. അങ്ങനെ അവരെന്ത് ചെയ്തു? ഈസാ നബി അലൈഹിസ്സലാം അങ്ങനെ ചെയ്തത് അള്ളാഹുവിന്റെ അനുമതി കൊണ്ടാണല്ലോ. ആയതുകൊണ്ട് എന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ സമുദായത്തിലെ വെറുമൊരു വ്യക്തി മാത്രമായ ഞാൻ എന്റെ അനുമതി കൊണ്ട് മരണപ്പെട്ടവരെ ജീവിപ്പിച്ചാൽ എന്റെ പ്രവാചകനാണ് ലോകത്തിലെ അത്യുന്നത വ്യക്തി എന്ന് നിങ്ങൾ അംഗീകരിക്കുമോ? പുരോഹിതൻ സമ്മതിച്ചു. രണ്ടുപേരും കൂടി ശവപ്പറമ്പിലേക്ക് പോയി. ധാരാളം വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു കബറ് ചൂണ്ടിക്കാണിച്ച് പാതിരി പറഞ്ഞു, ഇതാ ഇയാളെ ജീവിപ്പിക്കണം. അപ്പൊ ജീലാനി എന്ത് ചെയ്തു? യാ ഫുലാൻ കുംബീദിനി. എന്താ ജീലാനി പറഞ്ഞ്? മുസ്ലിം സമൂഹത്തിൽ സാധാരണക്കാരനായ എന്റെ പവർ പോലും അള്ളൊന്നും വേണ്ട, ഞാൻ തന്നെ മരിച്ചോലെ ജീവിപ്പിക്കും. ക്രിസ്ത്യാനി പറഞ്ഞതോ അള്ളാന്റെ അനുമതിയോടുകൂടി ഈസാ നബിക്ക് ജീവിക്കാൻ കഴിയും. അപ്പൊ ആ ക്രിസ്ത്യാനിന്റെ ഈമാനെങ്കിലും സമസ്തയിലെ മുസ്ലിയാക്കന്മാർക്കില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായോ? പിന്നെ വാക്കുകൾക്ക് മൂർച്ച കുറച്ച് പരിചയമൊന്നും എനിക്കില്ല. സത്യമായി തുറന്നു പറയാൻ ഏത് കൊട്ടാരത്തിലും കയറി ചെന്ന റബീബ് ബിൻ ആമിറിന്റെ ചര്യ സ്വീകരിച്ച മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിച്ച് കളയരുത്. നിങ്ങൾ അങ്ങനെ പേടിച്ച് ഓടുന്നവരുണ്ടാവാം, ഈമാൻ ഉറച്ചിട്ടില്ലാത്തവര്. ഉഹുദിൽ ഓടിയതുപോലെ
പക്ഷെ നിങ്ങൾ ഇന്ന അതിന് പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ കേട്ടോളി, എന്താ ഇവിടെ പറയുന്നത്? യാ ഫുലാൻ കുംബീദിനീൻ, ലോകത്തൊരൊറ്റ നബിയും സ്വന്തം ഇഷ്ടപ്രകാരം മരിച്ചോലെ ജീവിപ്പിക്കുക ഒരു കഴിവുണ്ടായിട്ടില്ല. അല്ല കൊടുത്ത കഴിവാന്ന. ജീലാനിക്കോ അല്ല പോലും കൊടുക്കേണ്ടതില്ല, അയാൾ എന്നെ പടച്ചോന്ന. തീർന്നില്ല. ഖുതുബിയത്ത് നിങ്ങൾ ഓർത്തിട്ടോ? ഖുതുബിയത്തിന്റെ നാടാണല്ലത്. ഖുതുബിയത്ത് പാറന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാര് ഖുതുബിയത്തിന്റെ പരിഭാഷ എഴുതി. മക്കളെ, മർക്കസ് കോംപ്ലക്സിൽ ഇപ്പം വെക്കുന്ന പുസ്തകാട്ടോ, ഇപ്പോഴും വിറ്റ് പൈസ ഉണ്ടാക്കുന്ന പുസ്തക. അതിന്റെ 10ാമത്തെ പേജ് കൃത്യമാണ്, നോട്ട് ചെയ്ത് പഠിച്ചോളി. അതിന്റെ 10ാമത്തെ പേജ് പറയുന്നറിയോ? യാ കുത്തുബ അഹിലി സമാഇ വൽ ഔസു. അങ്ങനെ അവർ പറയുന്നത്, ആകാശഭൂമികളിൽ, ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും എടുക്കുന്ന മഹാനെ മൊയ്തീൻ ശൈഖേ. ഇങ്ങനെ കുട്ടികളെ, മരണാനന്തര ഒരു ജീവിതമുണ്ട് മക്കളെ. മരിച്ചു പോവും. എന്താ പറയുന്നത്? പാറന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ പരിഭാഷപ്പെടുത്തി പറയുന്നെന്തറിയോ? മഴ പെയ്യിപ്പിക്കുന്ന മൊയ്തീൻ ശൈഖാണ്, അരുവി ഒഴുക്കുന്ന മൊയ്തീൻ ശൈഖാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഇതിന് ഇവർക്കൊരു വ്യാഖ്യാനമല്ല. അല്ല പറയുന്നതോ, അള്ളാനെ ധിക്കരിച്ചവരാ നിങ്ങളെ ഉസ്താദുമാര്. അല്ല പറയുന്നതോ, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. ഖുർആൻ 56-ാം അധ്യായം 68, 70, 68, 69, 70 വചനങ്ങൾ. മഴ പെയ്യിപ്പിക്കുന്നത് നിങ്ങളാണോ അല്ലാഹുവായ ഞാനാണോ എന്നല്ല ചോദിക്കുക. നിങ്ങളാണോ? നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടോ? ഇല്ല. മഴ പെയ്യിപ്പിക്കുന്ന ഞാനാണ്. സുന്നികളോ? മഴ പെയ്യിക്കുന്ന മൊയ്തീൻ ശൈഖാണ്. അള്ളാഹ്ക്ക് തുല്യമായ ഒരു പടച്ചോനുണ്ടെങ്കിൽ അത് മൊയ്തീൻ ശൈഖ് എന്ന് എഴുതിയ ഒരു പുതിയ പടച്ചോനെ പ്രതിഷ്ഠിച്ച നിങ്ങളുടെ പണ്ഡിതന്മാരെ ഇനിയും പിൻപറ്റാൻ നിങ്ങൾക്ക് എന്തില്ലേ പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്ക് അല്പമെങ്കിലും ബുദ്ധി വർക്ക് ചെയ്യുന്നില്ലേ? തീർന്നില്ല. അള്ളാഹ്ക്ക് മോനെ എത്ര നാമുണ്ട്? അള്ളാഹ്ക്ക് എത്ര നാമുണ്ട് മോനെ? ഒന്ന് പുരുക്കി പറയും, ഒന്ന് പറഞ്ഞു നോക്ക്. 99 നാമഗുണവിശേഷം. അത് മൊയ്തീൻ ശൈഖിനും ഉണ്ട് എന്നാണ് ഞങ്ങൾ ഉസ്താദുമാര് പറയുന്നത്. അള്ളാനെ ഓർക്കുന്നെങ്കിൽ ചിന്തിക്ക്. തഖ്ലീദ് ഒഴിവാക്ക്, ഇസ്ബിയത്ത് ഒഴിവാക്ക്. സത്യം ഞാൻ പറയുമ്പോ ദേഷ്യം പിടിക്കും മോനെ. കള്ളത്തെ എതിർക്കുമ്പോൾ ദേഷ്യം പിടിക്കും കുഞ്ഞ. അതുകൊണ്ട് ആ നബി പറഞ്ഞപ്പോ സഹാബികൾക്ക് ദേഷ്യം പിടിച്ച പൊന്നു മോനെ. അതുകൊണ്ടൊരു വിരോധം ഇല്ല. ഈ ശപിച്ചോണ്ടോ നിങ്ങൾ രണ്ടാളാടെ ഇരുന്ന് തെറി പറഞ്ഞോണ്ടോ ഒന്നും ഒരു കുഴപ്പമില്ല മക്കളെ. നിങ്ങൾ ഉസ്താദുമാരത് വളരെ മനോഹരമായി നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. പക്ഷെ ചിന്തിക്കണം, ഓർക്കണം. എന്താ പറയുന്നത്? അള്ളാഹ്ക്ക് 99 നാമഗുണവിശേഷം ഉണ്ട്. മൊയ്തീൻ ശൈഖിനും 99 നാമഗുണവിശേഷമുണ്ട്. കണ്ടോ? ഇനി ഈ പുസ്തകം 19ാമത്തെ പേജ് ഇട്ടോ, മനസ്സിലാക്കണേ. അതുകൊണ്ട് നിങ്ങൾ ക്ലീൻ ആയിട്ട് മനസ്സിലാക്കുക, അള്ളാഹുവിനെ ഇവർ ശരിക്കും പഠിപ്പിച്ചിട്ടില്ല. ഇപ്പൊ എന്റെ നാട്ടില് ഒരു സുന്നി കടയിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനുണ്ട്. അവൻ തൊട്ടടുത്ത മുജാഹിദ് പ്രവർത്തകനോട് പറഞ്ഞ വാക്കെന്തറിയോ? അള്ളാന്ന് വിളിച്ച് ഞങ്ങൾ ഒരു കല്ല് പൊക്കിയപ്പോ കല്ല് പൊങ്ങിയില്ല. മൊയ്തീൻ ശൈഖ് എന്ന് വിളിച്ചപ്പോ പുഷ്പം പൊന്നിപ്പോലെ പൊന്നിപ്പോന്ന്. നല്ലതാ. ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ ഇനി പൊക്ലൈനും JCB ഒന്നും വേണ്ട. മൊയ്തീൻ ശൈഖിന്റെ ഒരു 5 ആള് പോയാൽ മൊയ്തീൻ ശൈഖ് എന്ന് വിളിക്കുമ്പോൾ കല്ലിങ് പൊങ്ങൂ. നിങ്ങൾ ചിന്തിക്കണം, കൗമിന്റെ ഒരു വിശ്വാസം തീർന്നില്ല. അമ്പലക്കട അബ്ദുൽ ഹമീദ് വൈസി സത്യം പറഞ്ഞ നിങ്ങൾ കേൾപ്പിച്ചല്ലോ. ബോറടിക്കലും മുമ്പ് പറയുന്നത് എന്താ അറിയോ? അള്ളാന്ന് പറഞ്ഞ അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാല് ലോക്കൽ KSRTC പോകുന്ന പോലെയാണ്. എങ്ങനെ? ലോക്കൽ KSRTCയിൽ നേരെ മറിച്ച് മൊയ്തീൻ ശൈഖിനെ രക്ഷിക്കണോ? അത് ബെൻസ് പോകുന്ന മാതിരി. അങ്ങനെ ബെൻസ് പോകുന്ന മാതിരി. ഇത് കേട്ട അള്ളാഹുമായിട്ട് അടുക്കുകയാണോ ചെയ്യുക, അള്ളാഹുമായിട്ട് അകലുകയാണോ ചെയ്യുക? എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, അള്ളാനെ വിളിച്ചാ പൊങ്ങൂലെന്നും മൊയ്തീൻ ശൈഖിനെ വിളിച്ചാ പൊങ്ങുന്ന് പറഞ്ഞ ഈ കുട്ടി കല്ല് പൊക്കുന്ന കാര്യത്തിൽ അള്ളാനെയാണോ വിളിക്കുക, മൊയ്തീൻ ശൈഖിനാണോ വിളിക്കുക? നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പല്ല് കളിച്ചിട്ടൊന്നും കാര്യമില്ല. സത്യങ്ങൾ നിങ്ങൾ ഉസ്താദുമാരെ നിങ്ങളിപ്പോ ഞാൻ ചോദിക്കണേ, ഒരു മുജാഹിദ് മൊയ്തുക്ക അല്ല, ഇവിടെ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകൾ മുജാഹിദുകൾ പറയുന്ന സത്യമാണ്, അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് വിചാരിച്ചിട്ടാണ് ഓല് ഞങ്ങൾ അനുസരിക്കുന്നത്. ഇത് നരകത്തിലേക്ക് അന്നോൾക്ക് ബോധ്യപ്പെട്ട പോലെ നിങ്ങൾ കൂടെ വരും. നിങ്ങൾ ഉസ്താദുമാരെ സ്നേഹിക്കുന്ന എന്തുകൊണ്ടാ? അവർ നിങ്ങളെ സ്വർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാ. അവര് നരകത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നെന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഉസ്താദിനെ ഉപേക്ഷിക്കാം. നിങ്ങൾ മൗലവിമാരെ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പ്രമാണം അനുസരിച്ച് ജീവിക്കുക. ഒറ്റ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ലോകത്ത് ഇപ്പൊ സുന്നി മദ്രസയില് നിങ്ങൾ എത്ര പുസ്തകം ഉണ്ട് നിങ്ങളുടെ കയ്യില്? ആ പുസ്തകത്തിലൊക്കെ ഒരുപാട് പ്രാർത്ഥനയുണ്ട്. ഒരുപാട് പ്രാർത്ഥന. ഏതെങ്കിലും ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ റബ്ബി എന്നല്ലാതെ ഒരു പടപ്പിനോട് നിങ്ങളുടെ പുസ്തകത്തിലുണ്ടോ? ഇല്ല. നിങ്ങൾ ഒറ്റ മദ്രസ പുസ്തകത്തിലും അതില്ല. ഞങ്ങളും പറയണതില്ല. പിന്നെ നിങ്ങൾക്ക് എവിടെ കിട്ടി മൊയ്തീൻ ശൈഖെ കാക്കണേ? ഇനി ഇതിൽ ഏറ്റവും ക്ലിക്ക് ചെയ്യേണ്ട ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഇബ്രാഹിം നബീനേക്കാൾ വലിയ ആളാ മൊയ്തീൻ ശൈഖ്? ആദം നബീനേക്കാൾ വലിയ ആളാ മൊയ്തീൻ ശൈഖ്? നിങ്ങൾ ചിലപ്പം പറഞ്ഞേക്കൂ.
മുഹമ്മദ് നബിയെക്കാൾ വലിയ ആളാ മൊയ്തീൻ ഷെയ്ഖ്. മൊയ്തീൻ ഷെയ്ഖിന് കിട്ടിയ പബ്ലിസിറ്റി എന്തേ മുസ്ലിം ലോകത്ത് മുഹമ്മദ് നബിക്ക് കിട്ടാതെ പോയി? ശരിക്കും ചിന്തിച്ചോട്ടെ. അല്പെങ്കിലും ചിന്ത വർക്ക് ചെയ്യുന്നുണ്ടേ കുട്ടികളെ. SLC ഒന്നും പഠിക്കേണ്ട, അള്ളാഹ് കോമൺ സെൻസ് മതി. ചിന്തിക്ക്. എന്ത് മൊയ്തീൻ ഷെയ്ഖ് ഏറ്റവും പ്രിയങ്കരനാവുകയും വലിയ ആളാവുകയും നബിയൊക്കെ അതിന്റെ താഴെ, അമ്പിയാക്കൾ മുഴുവൻ അതിന്റെ താഴെ. ഇബ്രാഹിം നബിയെ രക്ഷിക്കണം എന്ന് പറയുന്ന എത്ര മുസ്ലിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ? ചിന്തിക്കണേ. അപാര പോയിന്റാ പറയുന്നത്. ഇബ്രാഹിം നബിയെ കാക്കണേ, രോഗമാറ്റണേ എന്ന് സുന്നികൾ പറയാറില്ല. അപ്പൊ ഇബ്രാഹിം നബീനേക്കാൾ മേലെയാണ് മൊയ്തീൻ ഷെയ്ഖ്. ഇവർക്ക് സംഭവിച്ച അബദ്ധം മനസ്സിലാക്കണേ. സഹാബിയല്ല, താബിയല്ല, താബിയല്ല, 500 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച മുജദ്ദിദ്, തൗഹീദിന്റെ വക്താവ്, മഹാനായ വ്യക്തിത്വം. ആര്? ഇവര് പരിചയപ്പെടുത്ത ഷെയ്ഖ് ജീലാനി അല്ലട്ടോ, മറിച്ച് യഥാർത്ഥ ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അദ്ദേഹത്തിന്റെ ഫതൂർ റബ്ബാനി, ഉന്നിയത്തു താലിബീൻ, ഫുതൂൽ ഗൈബ്, ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ഏകനായ റബ്ബിനോടുള്ള ആരാധന പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നോക്ക്, അള്ളാഹു നൽകാത്ത എന്തെങ്കിലും ഉണ്ട് നമ്മളെടുത്ത്? പടച്ചതമ്പുരാൻ നൽകാത്ത എന്തെങ്കിലും ഒന്നുണ്ടോ നമ്മുടെ കയ്യിൽ? ഉണ്ടോ? അല്ല തന്ന വായു, അല്ല തന്ന വെള്ളം, എല്ലാം പടച്ചോൻ തന്നതാ. ഈ പടച്ചോൻ തന്ന അതെല്ലാം ഉണ്ടായിരിക്കെ റബ്ബിനോട് ചോദിച്ചാൽ എന്താ കുഴപ്പം? ഈ നാട്ടിലെ ഒരു സഖാഫിനോട് അല്ല പറയാ എന്ത്? അള്ളഹാനോട് മാത്രം ചോദിച്ചതിന്റെ പേരിൽ നരകത്ത് പോയിക്കോ. അല്ല പറയോ? എങ്കിൽ 1.25 ലക്ഷത്തോളം അമ്പിയാ മുർസലീങ്ങൾ നരകത്തിലുണ്ടാവും. കാരണം അവർ അള്ളഹാനോട് മാത്രം ചോദിച്ചവരാ, പടച്ചതമ്പുരാനോട് മാത്രം ചോദിച്ചവരാ അവര്. അതുകൊണ്ട് തന്നെ നമുക്കും അള്ളഹാനോട് ചോദിക്കാം. മുജാഹിദുകൾ പറയുന്നെന്താ? അമ്പിയാക്കളോടും മൗലിയാക്കളോടും ദുആ ഇറക്കാൻ വിശുദ്ധ ഖുർആനിൽ തെളിവില്ല, ഹദീസ് തെളിവില്ല, അതിനെതിരാകുന്നു ഖുർആനിൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. വിശുദ്ധ ഖുർആൻ പറയാ ലാ ബുർഹാന ലഹു ബിഹി, ലാ ബുർഹാന ലഹു ബിഹി. അല്ലാത്തവരോട് വിളിച്ചു പറ. ശരിക്കും ശ്രദ്ധിക്കണം കുട്ടികളെ. അവിടെയും ഇവിടെയും നടക്കണ നിങ്ങൾ നോക്കല്ലേ, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ മനസ്സിലാക്കിയത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ രക്ഷപ്പെട്ട് അല്ല തന്ന വായു അല്ലാതെ മോനെ ബഷീറെ, സുബൈറെ, അബ്ദുള്ള, നീ ശ്വസിക്കുന്നുണ്ടോ? നിനക്ക് എന്നോട് ദേഷ്യമൊക്കെ തോന്നും. ഇതൊക്കെ മാറുന്നൊരു ദിവസം വരും മോനെ. പക്ഷെ അന്ന് തിരിച്ചു ലോകത്തേക്ക് പോരാൻ കഴിയില്ല കുട്ടി. ഇതൊന്നും മനസ്സിലാക്ക്. ഇനി ആലോചിച്ചു നോക്ക്. ഇതൊക്കെ പറഞ്ഞ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ? നിങ്ങൾ അബ്ദുൾ റഷീദ് പത്തപ്പിരിയും പറയുന്നു, ഇവിടെ ഇടാൻ എനിക്ക് സമയമില്ലായിട്ടാ. 10 സലാത്ത് എല്ലിക്കോളി, എനിക്ക് നല്ലോണം പൈസ വേണം, ഞാൻ കാറും വിളിച്ചാ വന്ന്, എനിക്ക് നിങ്ങൾ പൈസ അതിന് നിങ്ങൾ സലാത്ത് എല്ലിക്കോളിന്നാ. ഞങ്ങൾ അന്ന് വരെ ഇതിന് ക്ഷണിച്ചിട്ടില്ല. 10 സലാത്തിൽ നിങ്ങളെ പോക്കറ്റ് അടിക്കാൻ ഞങ്ങൾ വന്നിട്ടില്ല. നിങ്ങൾ ഉസ്താദുമാരെ നിരന്തരം പോക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കും നിങ്ങളെ. ഞങ്ങൾ ഇതിന്റെ പേരിൽ നിങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല. അവസാനം ഒരു 10 സലാത്തിൽ വെച്ച് നിങ്ങളെ പോക്കറ്റ് മിണിങ്ങിയിട്ടുമില്ല. നിങ്ങൾ ഉസ്താദുമാർ പരസ്യമായിട്ട് പറയാ എനിക്ക് നല്ലോണം പൈസ ആണ്, ഞാൻ കാറും വിളിച്ചാ വന്ന് തരണം കേട്ട്. നിങ്ങൾ നിഷേധിച്ച ക്ലിപ്പിംഗിന്റെ കയ്യിലുണ്ട് ഇപ്പോൾ. മനസ്സിലായോ? വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വസ്തുതാപരമായി. നിങ്ങൾ കേൾക്കണോ? എന്റെ പേരിലുള്ള വലിയൊരു ആരോപണം, അല്ലാഹു മലയാളിയാണോ? മലയാളി അല്ലേന്ന് ഞാൻ ചോദിച്ചു. എന്റെ പേരിൽ എന്താ സംഭവം? ഇപ്പോഴത്തെ ക്ലിപ്പിംഗ് ഒക്കെ നിങ്ങൾ കേട്ടില്ലേ? അമ്മുസ്ലിയാക്കന്മാരെ നല്ലത് ഇടുന്നത്. എന്താ സംഭവം എന്നറിയോ? ഈ സുന്നികൾ സാധാരണ നിസ്കാരം മലയാളത്തിലാക്കിക്കൂടെ എന്നുള്ള വിവരമില്ലാത്തോണ്ടാണ്. വിവരമില്ലാത്ത ഒരു ചോദ്യം ചോദിക്കുന്നത്. വിവരമില്ലാത്ത ചോദ്യം അല്ലേ ചോദിക്കുക, വിവരമുള്ള ചോദ്യം. ഏത് നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലായിക്കൂടാൻ? അതിന് നാട്ടിലാരെങ്കിലും മനുഷ്യന്മാർക്ക് വേണ്ടി നിസ്കരിക്കലുണ്ടോ? അള്ളാന്റെ അടുത്ത് പുണ്യം കിട്ടാനല്ലാതെ. ഖുതുബ മനുഷ്യരോടാ, നിസ്കാരം അള്ളാഹുവിന് വേണ്ടിയാ. നിസ്കാരത്തിൽ ഓരോന്നും പടച്ചോനോടാ പറയുന്നത്. അതിന് ഇന്നലെ ഞാൻ ചോദിക്കവരോട് ഈ ചോദ്യം ചോദിച്ച മന്ദബുദ്ധി എന്നോട് ചോദിച്ചതാ എന്ത്? ഏത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലയാളിയാണെങ്കിലല്ലേ മലയാളത്തിൽ നിസ്കാരാക്കണ്ടേ? അല്ല എല്ലാ അടുത്ത വാചകാട്ടോ കേട്ടോളി, അടുത്ത വാചക അല്ല എല്ലാ ഭാഷയും സൃഷ്ടിച്ച ആളാണ്. വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം. നമ്മുടെ മുജാഹിദ് പ്രവർത്തകർക്ക് ഒന്നും മാറിക്കൊടുക്കുക. എന്തിന് നിങ്ങളോട് എത്ര സമയം പറഞ്ഞു? അള്ളാന്റെ വജ്ഹ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറിക്കൊടുക്കി. റോഡ് മാറിക്കൊടുക്കുമ്പോ ഇമാത്തത്തുൽ അദാനി ത്വരീഖി സദഖ. നമ്മൾ എത്ര കാത്തു സൂക്ഷിച്ചൊരു സംഗതിയെ അത്. റോഡ് ഒരിക്കലും ബ്ലോക്ക് ചെയ്ത് ഒരു പ്രസംഗത്തിന് വേണ്ടി പറയല്ല. റസൂല് നമ്മൾ റസൂലിനെ അത്ര സ്നേഹിക്കുന്നു. എന്റെ നബി പറഞ്ഞു വഴി മുടക്കരുത്, അതുകൊണ്ട് ഞാൻ ചെയ്യൂല. ഓരോരുത്തരും മാറിയുന്നുള്ളൂ. നിങ്ങൾക്കിപ്പോ ഒരു പേടി ഉണ്ടാകുക എന്താ വെച്ചാൽ ചെറുപ്പക്കാരായ ആളുകൾ ഇന്നെന്തെങ്കിലും ചെയ്യുമെന്നാ. ഓരടി ചെയ്തോട്ടെ എന്നല്ലാതെ പെടെന്താ പറയാ? സത്യമായിട്ട് പറയുമ്പോൾ ഓൽക്കടുത്ത് തോന്നിട്ട് ചെയ്യാണ്. അമ്പിയാക്കളെ കൊന്നിട്ടില്ല മനുഷ്യരെ. യഹിയാ നബീനെ ഒറ്റ വെട്ടിനാ കൊന്ന്. ആദ്യത്തെ തൗഹീദ് അന്നുണ്ടായിരുന്നു നിങ്ങളെ പോലത്തെ ആളുകൾ. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെ കൊന്നേ ഞങ്ങൾക്ക് സ്വർഗ്ഗം ഉറപ്പാ. ഞങ്ങളെ കൊന്നോന് അല്ല പിന്നീട് ഇതായത് കൊടുത്താൽ നിങ്ങൾ സ്വർഗത്ത് പോകും. അങ്ങനെ ആയിരുന്നല്ലോ. നിങ്ങൾക്കറിയില്ലേ ഹംസാറുല്ലാനെ കൊന്ന ഹിന്ദും വൈശ്യം മുസ്ലിമായില്ലേ? ഓല് നാളെ സ്വർഗത്ത് പോകില്ലേ? ഹംസാറുല്ലാനെ മരിക്കുമ്പോ ഓലെ കണ്ണിൽ ഇവരാരാ? മുശ്രിക്കുകള്. പക്ഷേ ഓൽക്ക് അല്ല ഹിദായത്ത് കൊടുത്തില്ലേ? എനിക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നെ കെട്ടിപ്പിടിച്ച് കരയാണ്.
ബാലുശ്ശേരി മാപ്പാക്കണം. നിങ്ങളുടെ പൂരത്തെറി പറഞ്ഞ ഒരാളാ ഞാൻ. ഇന്ന് എനിക്ക് ഹിദായത്ത് കിട്ടി. നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ ഞാൻ റെഡിയാണ്. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് ഞാൻ ഇവിടുത്തെ സുന്നികളോട്, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ക്ലിപ്പിങ്ങിന്റെ അപ്പുറം ഇപ്പുറം കാണിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ അപ്പുറം ഇപ്പുറം കാണി ഇതേ സ്റ്റേജിൽ ഞാൻ നിങ്ങൾക്ക് പെർമിഷൻ തരും. നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് പെർമിഷൻ വാങ്ങും. പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് തന്ന സമയത്തിനപ്പുറത്ത് നിങ്ങൾ പെർമിഷൻ വാങ്ങിയിട്ട് നിങ്ങളെ ഉസ്താദ് ഇട്ട ക്ലിപ്പിംഗ് നിങ്ങളെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അപ്പുറം ഇപ്പുറം എന്താ ഉള്ളത് എന്ന് നിങ്ങൾക്ക് പറയാൻ ഞങ്ങൾ അവസരം തരുമായിരുന്നു. പക്ഷേ അത് നിങ്ങൾ പോലീസുകാരായിട്ട് കോംപ്രമൈസ് ആക്കിയിട്ട് നിങ്ങൾ പറയണം. പക്ഷെ നിങ്ങൾക്ക് ഇടാൻ കഴിയില്ല. അത് ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, നിങ്ങൾ വളരെ സൈലന്റ് ആയി നിൽക്കുക. നിങ്ങൾ വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുക. നമ്മുടെ പ്രസംഗം അവസാനിക്കുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറയാണ് എന്ത്, ക്ലിപ്പിങ്ങിന്റെ അപ്പുറം ഇപ്പുറം ഇടാനുള്ള ഒരു അവസരം ഓൽക്ക് കൊടുക്കുകയും നിങ്ങൾക്ക് തരും. ഞങ്ങൾ ശാന്തമായിരുന്നുകൾ. അതാണ് അത് മര്യാദക്ക് വരിക. നിങ്ങൾ വിളിച്ചു പറയേണ്ട കാര്യമല്ല. അതിനിവിടെ അധ്യക്ഷനുണ്ട്, അതിനിവിടെ പ്രസിഡന്റ് ഉണ്ട്. മനസ്സിലായോ? അതിനിവിടെ പ്രസിഡന്റ് ഉണ്ട്, അതിനിവിടെ അധ്യക്ഷനുണ്ട്, അതിനിവിടെ മര്യാദ ഉണ്ട്, കാര്യങ്ങളുണ്ട്. ആയിക്കോട്ടെ, ക്ലിപ്പിങ്ങിന്റെ അപ്പുറം നിങ്ങൾക്ക് ഇടാം. പോലീസുകാരെ നിങ്ങൾക്ക് സമയം അനുവദിക്കുമോ നിങ്ങൾ അറിയണം. ഞങ്ങളുടെ സ്റ്റേജ്, ഞങ്ങളുടെ അനുവാദം, ഞങ്ങൾക്ക് പോലീസ് എന്ന പെർമിഷൻ. ഇനി നിങ്ങൾക്ക് പെർമിഷൻ കിട്ടണേ നിങ്ങൾ പോലീസുകാരോട് പറയണം. SI പറയട്ടെ, SI ഇവിടെ വന്ന് പറയട്ടെ, ക്ലിപ്പിങ്ങിന്റെ അപ്പുറം ഇടാൻ ഇട്ടോളൂ, യാതൊരു വിരോധവുമില്ല. പക്ഷേ നിങ്ങൾ കച്ചറുണ്ടാക്കാനാണ് ശ്രമിക്കുന്നെങ്കിൽ ഇത് വളരെ ഗൗരവമായി നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ ക്ലിപ്പിങ്ങിന്റെ അപ്പുറം അങ്ങനല്ല, പറഞ്ഞതുപോലെ തന്നെ ആകുന്നു. ഞങ്ങൾ കളവ് കാണിച്ചു എന്നാണെങ്കിൽ നിങ്ങൾക്ക് അവസരം തരും, ഒരു വിരോധവുമില്ല. പക്ഷേ ഒരാൾ നല്ല നിലയിൽ അധ്യക്ഷനെ കണ്ട് ഇന്ന കാര്യത്തെ നിങ്ങൾക്ക് പറയണമെന്ന് പറയാം. അതിന് കൂക്കുംബളത്തിന്റെ ആവശ്യമില്ല, എല്ലാരും പറയേണ്ട ആവശ്യമില്ല. അതാണ് നിന്റെ മര്യാദ. ആ മര്യാദ പാലിക്കാം. അതോടൊപ്പം എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കണം. മുജാഹിദ് പ്രസ്ഥാനം വരുന്നിടത്ത് എന്താ അങ്ങനെ പുകില്? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സത്യം ഞങ്ങളുടെ കൂടെയാകുന്നു. അമ്പിയാക്കൾ മുഴുവനും ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടു, അമ്പിയാക്കൾ മുഴുവനും ഇതുപോലെ എതിർക്കപ്പെട്ടു. മുജാഹിദുകളോട് ശ്രദ്ധിക്കണം, നിങ്ങൾ അവിടെ ശ്രദ്ധിക്കരുത്. ആയത്തും ഹദീസും കേട്ടോളൂ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുക. അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുക. ആ ദിവസത്തിൽ എന്ത് നന്മ ചെയ്തുവോ എന്ത് തിന്മ ചെയ്തുവോ അത് നിങ്ങൾ കൃത്യമായി കണക്കാക്കുക. നന്മ എന്താണോ ആ നന്മ നിങ്ങൾ സ്വീകരിക്കുക. എന്റെ വിഷയം അവസാനിപ്പിക്കുമ്പോ വളരെ പ്രധാനമായി പറയാനുള്ളതാണ്, നമ്മളൊക്കെ ഈ നാട്ടുകാരാണ്, സൗഹൃദത്തിൽ ജീവിക്കേണ്ടവരാണ്. ഒരു വിഭാഗത്തിന്റെ ആദർശം പ്രചരിപ്പിക്കാൻ വകുപ്പും ഒരു വിഭാഗത്തിന് അതില്ലാതെ പോകുന്നതും നീതി നിഷേധമാണ്, ഭരണഘടനക്കെതിരാണ്. ഞങ്ങളൊന്നേ പറയുന്നുള്ളൂ, അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോ ലാ യതകല്ലമൂന ഇല്ലാ മൻ നബിയഹുർ റഹ്മാൻ വഖാല സവറാ. അന്നവിടെ മിണ്ടാൻ കഴിയില്ല, അന്നവിടെ അധികാരം ഉണ്ടാവില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമൈദിൻ ശഅ്നൻ യുഗ്നി. ബാപ്പ കൂട്ടിനില്ലാത്ത, ഉമ്മ കൂട്ടിനില്ലാത്ത, ഉസ്താദ് കൂട്ടിനില്ലാത്ത ഒരു പരലോകമുണ്ട്. ആ പരലോകം ഇതാ സമാഗതമാകുകയാണ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.